ബാറ്ററി പാക്കൊക്കെ നമുക്കൊരു മുക്കാൽ ഭാഗത്തേക്ക് വരുന്നുള്ളൂ. ബാക്കി സ്ഥലം കണ്ടോ? കാരണം ഇവിടെ പെട്രോൾ ടാങ്കും എക്സോസ്റ്റൊക്കെ വരേണ്ടതാണ്. അതൊന്നും ഇ വിക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരുപാട് സ്ഥലം എംപ്റ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. അത് എന്തായാലും ഒരു നിങ്ങളധികം കാണാത്തൊരു കാഴ്ചയാണ് എന്നുള്ളതുകൊണ്ട് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഒരു നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ നമുക്ക് എന്താ ആവശ്യമുള്ള എല്ലാ സാധനവും കിട്ടില്ലേ? അതുപോലെയാണ് ക്രെറ്റ നോക്കുന്ന ഒരാൾക്ക്. പെട്രോൾ ഉണ്ട്, ടർബോ പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഇപ്പോൾ ഇത് ഇലക്ട്രിക് ഉണ്ട്, മാനുവൽ ഉണ്ട്. ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് അയോണിക് സീരീസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ക്രെറ്റയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതായത് ഇത് റൈഡ് ബൈ വയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ബൈ വയർ കോളമാണ്. റെഗുലർ നമ്മൾ വീട്ടിലൊക്കെ പ്ലഗ് ചെയ്യുന്ന പോലെ ഉണ്ടോ, സാധാരണ പിന്ന് കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. AC ആയിരിക്കും ഒന്ന് ഔട്ട് വരിക എന്നുള്ളതാണ്. EVയുടെ ബാക്കിൽ പോകുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അത് എപ്പോഴും സ്ലോ ഡൗൺ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ബ്രേക്ക് ലൈറ്റ് ചിലപ്പോൾ കത്തണം എന്നില്ല. അപ്പോൾ നമ്മളിത് ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ പോയി നമ്മുടെ ഇഗ്നിഷൻ്റെ ബാക്കിൽ പോയിട്ട് ഞാൻ ഇത് ത്രോട്ടിൽ നിന്ന് കാലെടുത്ത് ബ്രേക്ക് ചവിട്ടിയിട്ടില്ല. പക്ഷേ ബ്രേക്ക് ചെയ്തൊരു ഫീൽ നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവുമാനം. ഡ്രൈവർ ഓൺലി എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൂടി ഇവിടെ കൂടുതൽ. അതായത് ഡ്രൈവർ മാത്രം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈവർക്ക് മാത്രമായിട്ട് ആ ഭാഗത്തേക്ക് മാത്രം AC വർക്ക് ആവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ റേഞ്ച് കൂടുതൽ കിട്ടുക നമുക്ക് എപ്പോഴും നമ്മുടെ റീജനറേഷൻ 0-ൽ ഇടുന്ന സമയത്താണ് എന്നുള്ളതാണ്. നിങ്ങൾ ഇലക്ട്രിക് വാനുള്ളവരെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങൾ 6 വേരിയന്റിൽ നിങ്ങൾക്ക് അലോയ്സ് കിട്ടുന്നുണ്ട്. 6 വേരിയന്റിലും 215 60 പ്രൊഫൈലുള്ള 17 ടയർ കിട്ടുന്നുണ്ട്. 6 വേരിയന്റിലും നിങ്ങൾക്ക് 4 വീലും ഡിസ്ക് ബ്രേക്കും കിട്ടുന്നുണ്ട്. വിൽസൺ അലൈ സ്വാഗതം. ഞാൻ ഷെഫി പാഞ്ഞാൾ. ക്രെറ്റയിലെ എൻ്റെ ഫേവറേറ്റ് കളറായിട്ട് ബ്ലാക്ക് തന്നെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരാൻ, അല്ലെങ്കിൽ ഇതെനിക്ക് വീഡിയോ ചെയ്യാനായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ കാര്യങ്ങളിലേക്കൊന്നും പോകുന്നില്ല. നേരെ നമ്മൾ ഓരോ വേരിയന്റിലും കിട്ടുന്ന ഫീച്ചേഴ്സാണ് പറയാൻ പോകുന്നത്. ആദ്യം തന്നെ പ്രൈസ് പറഞ്ഞു തുടങ്ങാം. ഓൺ റോഡ് പ്രൈസ് നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത് 19,87,000 റൗണ്ട് ഫിഗർ ആയിട്ട് 20 തന്നെ പിടിച്ചോ. 20 ലക്ഷത്തിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓൺ റോഡ് പ്രൈസ്. അത് ഏറ്റവും ടോപ്പ് എൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് 25 ലക്ഷത്തിനകത്ത് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെ ഇതിന് അഡീഷണൽ ആയിട്ട് ചാർജറൊക്കെ നമുക്ക് വാങ്ങാനായിട്ട് വരും. അതൊക്കെ വാങ്ങിയാൽ തന്നെ നമുക്കൊരു 26 ലക്ഷം രൂപയിലേക്ക് ഓൺ റോഡ് വാല്യൂ നമുക്ക് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിലും വരുന്നുണ്ട്. ആ പ്രൈസ് കേട്ടാൽ നമുക്ക് കുറച്ച് ഓവർ പ്രൈസിലാണോ എന്ന് തോന്നുന്നു. കാരണം പെട്രോളൊക്കെ നമുക്ക് 13-14 ലക്ഷത്തിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇത് 20 ലക്ഷമാണ്. എന്നാൽ ഇത് നിങ്ങൾ വീഡിയോയിൽ ആദ്യത്തെ 5 മിനിറ്റ് കണ്ട ആ സംശയം കണ്ട് മാറി കിട്ടും. കാരണം അമ്മാതിരി ഫീച്ചേഴ്സാണ് നമുക്ക് ഇതിൻ്റെ ഓരോ വേരിയൻറ്റിലും നമ്മുടെ ഹ്യുണ്ടായി കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ വേരിയൻറ്റ് നോക്കാം. അതിന് മുമ്പ് ഇതിൻ്റെ ബാറ്ററി പാക്ക് പറയാം, എന്നാലേ എനിക്ക് വേരിയൻറ്റ് മനസ്സിലാവുള്ളൂ. 2 ബാറ്ററി പാക്കിൽ നമുക്ക് ക്രെറ്റയുടെ EV വാങ്ങാനായിട്ട് പറ്റും. ഒന്ന് 41 കിലോ വാട്ടാണ്, ഒന്ന് 51.4 കിലോ വാട്ടാണ്. ആദ്യത്തെ 4 വേരിയൻറ്റ്, അതായത് എക്സിക്യൂട്ടീവ്, സ്മാർട്ട് ഓപ്ഷണൽ, പ്രീമിയം, ഈ 4 വേരിയൻറ്റ് നമുക്ക് 41 കിലോ വാട്ട് ഫുൾ ചാർജിൽ 390 കിലോമീറ്റർ ഓടുന്ന രീതിയിലാണ് വാങ്ങാനായിട്ട് പറ്റുള്ളൂ. അതിന് മുകളിലുള്ള 2 വേരിയൻറ്റ്, അതായത് സ്മാർട്ട് ഓപ്ഷനിൽ എക്സലൻസ്, ഇത് രണ്ടും നമുക്ക് 51.4 കിലോ വാട്ടിൻ്റെ ബാറ്ററി പാക്കായിട്ട് വാങ്ങാനായിട്ട് പറ്റുള്ളൂ. അത് ഒരു ഫുൾ ചാർജിൽ 473 കിലോമീറ്റർ ക്ലെയിം ചെയ്ത് റേഞ്ചും വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ 6 വേരിയൻ്റാണ് ഇപ്പോൾ നിങ്ങൾ 2 രൂപത്തിൽ കാണണം എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത് ടോപ്പ് എൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോ വേരിയൻറ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ പറഞ്ഞ വിശ്വസിച്ചില്ലെങ്കിൽ ഒരു കാര്യം പറയട്ടെ, ഈ ടോപ്പ് എൻഡിൽ കാണുന്ന 30-ലധികം ഫീച്ചേഴ്സ് നമുക്ക് ബേസ് വേരിയൻറ്റിൽ കിട്ടുന്നതാണ്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് വിശദമായിട്ട് മനസ്സിലാവും. പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ, ഹെഡ് ലാമ്പ് യൂണിറ്റ് നമ്മൾ റെഗുലർ ക്രെറ്റയിലും അതായത് പെട്രോൾ ഡീസലൊക്കെ കാണുന്ന ടൈപ്പ് തന്നെ ഹെഡ് ലാമ്പ് യൂണിറ്റ് ആണ്. ഇത് സ്റ്റാൻഡേർഡാണ്. ബേസ് വേരിയൻ്റ് എടുത്താണ് നിങ്ങൾക്ക് ഇത്തരത്തിലൊരു ക്വാഡ് ബീം LED ഹെഡ് ലാമ്പ്സ് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഹൈ ബീം ഇട്ട രൂപത്തിലാണ്, എല്ലാം ഇലുമിനേറ്റ് ചെയ്യുന്നുണ്ട്. ലോ ബീം ഇടുമ്പോൾ ഈ ഭാഗം ഓഫ് ആയിരിക്കും, മുകളിൽ ഇലുമിനേഷൻ വരും എന്നുള്ളതാണ്. DRL ഓണായി കിടക്കുന്നത് കാണാൻ സാധിക്കും. അതും സ്റ്റാൻഡേർഡാണ്. നിങ്ങൾ ബേസ് വേരിയൻ്റ് എടുത്താലും നിങ്ങൾക്ക് DRL വിത്ത് ഈ ഒരു ഹൊറിസോൺ ലൈറ്റ് എന്ന് നമ്മുടെ ഹ്യുണ്ടായി വിശേഷിപ്പിക്കുന്ന ഈ ഒരു കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇവിടെ മുകളിലായിട്ട് സീക്വൻഷ്യൽ LED ഇൻഡിക്കേറ്റേഴ്സാണ് കാണാൻ സാധിക്കുക, പുറത്തേക്കിന് ഒഴുകി പോകുന്ന രൂപത്തിൽ. അത് 2ാമത്തെ വേരിയൻറ്റിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് ബേസ് വേരിയൻറ്റിൽ നമുക്കത് നോർമൽ ഇൻഡിക്കേറ്റർ ആയിരിക്കും. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഫ്രണ്ടിൽ ലൈറ്റ്സിൻ്റെ കാര്യത്തിൽ സംഭവിക്കുന്നത്. അതും ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് ഓട്ടോ ഹെഡ് ലാമ്പ്സ് വരുന്നുണ്ട്, ഫോളോയിങ് ഹോം ഫീച്ചറും അവിടെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതൊക്കെ പോരെ. അതുപോലെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, നമ്മൾ റെഗുലർ ക്രെറ്റയാണെന്നുള്ള ഒറ്റ നോട്ടത്തിൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും എവിടെയാണ് ഡിസൈൻ ഡിഫറൻസ് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ പിക്സലേറ്റ് ഡിസൈൻ കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് നമുക്കിത് ഈ ഒരു ബമ്പറിന് താഴെയായിട്ട് ഇവിടെ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബമ്പറിലും ലോവർ ഏരിയയിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം സ്റ്റാൻഡേർഡായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ആക്റ്റീവ് എയർ ഫ്ലാപ്പാണിത്. ഇതിപ്പോൾ എയർ ഫ്ലാപ്പ് ഓൺ ആയിട്ടുണ്ട്. നമുക്ക് എല്ലാം ക്ലോസറാണ്, ബമ്പർ കാര്യങ്ങളൊന്നുമില്ല. മൊത്തം കണ്ടോ, എവിടെ ഓപ്പൺ ഏരിയ വരുന്നില്ല. ഇത് നമുക്കിപ്പോൾ ഓപ്പണായി കിടക്കുന്നുണ്ട്. കാരണം വാഹനത്തിൽ ബ്രീത്ത് ചെയ്യാൻ അല്ലെങ്കിൽ ബാറ്ററിയുടെ അവിടേക്ക് എയർ പാസ് ചെയ്യാൻ വന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് ഓപ്പൺ ആയിട്ടുള്ളത്. ഇത് ആക്റ്റീവ് എയർ ഫ്ലാപ്സ് ആണ് വന്നിട്ടുള്ളത്.
അല്ലാത്ത സമയത്ത് ആവശ്യമില്ലാത്ത സമയത്ത് അത് ക്ലോസ് ആയി കിടക്കും. ഇത് റഡാറാണ്, അഡാസ് ലെവൽ 2 ഫീച്ചർ വരുന്നുണ്ട്. അത് നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്, അതും ടോപ്പ് എൻഡിൽ മാത്രമേ ലഭിക്കുന്നുള്ളൂ. ഇവിടെ ഒരു റഡാർ സിസ്റ്റം കാണാം. ഇത് നമ്മുടെ അഡാസ് ലെവൽ 2 ഫീച്ചർ വരുന്നതിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അത് നമുക്ക് പ്രീമിയം അതുപോലെ തന്നെ എക്സലൻസ് 41 കിലോവാട്ടിൻ്റെ ടോപ്പ് എൻഡിലും 51.4 കിലോവാട്ടിൻ്റെ ടോപ്പ് എൻഡിലായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് രണ്ട് വേരിയൻസിൽ നമുക്ക് അഡാസ് ലെവൽ 2ൻ്റെ ഫീച്ചേഴ്സ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്യാമറ നമുക്ക് മുകളിലും കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. റെയിൻ സെൻസിങ് വൈപ്പർ നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രമേ വരുന്നുള്ളൂ. മറ്റൊരു കാര്യം വന്നിട്ടുള്ളത് നമുക്കിത് ഫ്രണ്ടിൽ തന്നെയാണ് നമ്മുടെ ചാർജിങ് പോർട്ട് കൊടുത്തിട്ടുള്ളത്. അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ് ഇൻഡിക്കേറ്റർ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അതും അടിപൊളിയായിട്ട് തോന്നി. അതായത് എത്ര ചാർജ് ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ അറിയാം. 4 ബ്ലോക്കുകൾ കാണാനുണ്ട് ഗ്രീൻ കളറിൽ. ഇത് 25%, 50%, 75%, 100%. അപ്പോൾ 100% ഉണ്ടെങ്കിൽ നമുക്കിത് ഫുൾ ഇലുമിനേറ്റായി നിൽക്കും. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്താൽ നമ്മളിപ്പോൾ ഒരു കഫേയിലൊക്കെ ഇരുന്ന് പ്ലഗ് ചെയ്തിട്ട് പുറത്തിരിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഇവിടെ നോക്കിയാൽ ഇതിൻ്റെ ലെവൽ അറിയാനായിട്ട് പറ്റും, എത്ര പെർസെൻറ്റേജ് ചാർജ് ആയി എന്നുള്ളത്. നമ്മൾ വാനിനകത്തേക്ക് കയറുക അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ദൂരെ നിന്നൊരു നോട്ടം മതി ഇതിൽ എത്ര ചാർജ് ഉണ്ട് എന്ന് അറിയാനായിട്ട്. അപ്പോൾ 100 കിലോവാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് ആക്റ്റീവ് ആയിട്ടില്ല, അത് OT അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് വരും എന്നുള്ളതാണ് ഹ്യുണ്ടായി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏകദേശം DC ഫാസ്റ്റ് ചാർജിങ് ഒക്കെ ആണെങ്കിൽ 58 മിനിറ്റിൽ തന്നെ നമുക്കൊരു 10% വാഹനം 80% ആയി കൊണ്ടു നടക്കാം. വെറും 4 മണിക്കൂർ മതി നമുക്ക് വീട്ടിലൊക്കെ ചാർജ് ചെയ്യുകയാണെങ്കിൽ 10% ഒരു വണ്ടി 100% ആവാൻ എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ വരുന്നുണ്ട്. അത് 11 കിലോവാട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട് നമ്മുടെ വീട്ടിൽ സെറ്റ് ചെയ്താലാണ് അത്തരത്തിൽ ഫാസ്റ്റ് ചാർജിങ് നമുക്ക് ലഭിക്കുക. അതിനെക്കുറിച്ച് ഞാൻ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പറയാം. പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം, ഇതിൽ ഫ്രങ്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് 22 ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു പാർട്ടാണ്. നമുക്കറിയാം EVകളിൽ ഒരുപാട് സ്പേസ് ഫ്രണ്ടിൽ ബാലൻസ് കിടക്കുന്നതുകൊണ്ട് ഇത്തരത്തിൽ യൂസബിൾ ആയിട്ട് 10 കിലോഗ്രാം വരെ ഭാരം കയറ്റാം. അതുപോലെ 22 ലിറ്ററിൻ്റെ ഒരു സ്റ്റോറേജ് ഏരിയ നമുക്ക് ഫ്രങ്ക് ആയിട്ട് ലഭിക്കുന്നത്. ഇതും സ്റ്റാൻഡേർഡാണ്. നിങ്ങൾ ഇന്ന വേരിയൻ്റ് എടുക്കണം എന്നൊന്നും നമ്മുടെ ഹ്യുണ്ടായി പറയുന്നില്ല. അതുപോലെ ഇൻസ്റ്റലേഷൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ അടിപൊളിയായിട്ട് തോന്നി. അതുപോലെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ആ ഒരു മോട്ടറിൻ്റെ കാര്യങ്ങളൊന്നും കാണാൻ സാധിക്കില്ല. എല്ലാം പുറകിലാണ് കണ്ടോ, ആ ഒരു ഓറഞ്ച് കളറിലുള്ള ഹൈ വോൾട്ടേജിൻ്റെ കേബിൾ കാര്യങ്ങളൊക്കെ പോയിരിക്കുന്നതാണ്. മോട്ടറിൻ്റെ പാർട്ട് കാര്യങ്ങളൊക്കെ ഇത് ബാക്കിലായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫ്രണ്ട് ലുക്കിൽ നമ്മുടെ ക്രെറ്റയെ കുറിച്ച് പറയാനുള്ളത്. ബാക്കി ബമ്പറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ഹുഡിൻ്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ റെഗുലർ ക്രെറ്റയുടെ സെയിം ഫീലിലാണ് തന്നിട്ടുള്ളത് എന്ന് പറയാം. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 17 ഇഞ്ചിൻ്റെ അലോയ്സ് ആണ്, അതും എയറോ. നമ്മളിപ്പോൾ എല്ലാ വാഹനങ്ങളും കാണുന്ന ഇത്തരത്തിലുള്ളൊരു ഡിസൈനുള്ള അലോയ്സ് ആണ്. എയറോ ഡിസൈൻ എന്ന് പറയും. എയറോ ഡിസൈൻ എന്ന് പറയുമ്പോൾ നമ്മളെ കാറ്റ് പിടിക്കാതെ ഫ്ലോലെസ് ആയിട്ട് പോകും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത വന്നുള്ളത്. അപ്പോൾ ഇത് സ്റ്റാൻഡേർഡാണ്. നിങ്ങൾ 6 വേരിയൻറ്റിൽ നിങ്ങൾക്ക് അലോയ്സ് കിട്ടുന്നുണ്ട്. 6 വേരിയൻറ്റിൽ 215 60 പ്രൊഫൈലുള്ള 17 ഇഞ്ചിൻ്റെ ടയർ കിട്ടുന്നുണ്ട്. 6 വേരിയൻറ്റിൽ നിങ്ങൾക്ക് 4 വീലും ഡിസ്ക് ബ്രേക്കും കിട്ടുന്നുണ്ട്. അടിപൊളിയല്ലേ അത്? അതിനൊരു ലേക്ക് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അതുപോലെ ടയറിൻ്റെ ഒരു പാറ്റേൺ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ലോ റെസിസ്റ്റൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സുഖകരമായിട്ട് ഒഴുകി പോകുമെന്നുള്ളതാണ്, കൂടുതൽ റേഞ്ച് കിട്ടാൻ സഹായിക്കുമെന്നുള്ളതാണ്. അതുപോലെ റെഗുലർ ക്രെറ്റയിൽ നിന്നും മറ്റൊരു മാറ്റം പറയാനുള്ളത്, കുറച്ച് ഉയരം കൂടിയിട്ടുണ്ട്. ഒരു 20 mm ഉയരം കൂടിയിട്ടുണ്ട്. അതിൽ 10 mm നമുക്ക് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് കൂടിയുള്ളത്. റെഗുലർ ക്രെറ്റ നമുക്ക് വരുന്നത് ഒരു 190 mm ആണ് ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്കിൽ ഇതിൽ 200 mm വരുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ നമുക്ക് ആ ഒരു ബാറ്ററിയുടെ കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കുറച്ച് തള്ളിയിരിക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. കാരണം ആ ഒരു റെഗുലർ പെട്രോൾ ഡീസൽ മോഡലിനെ ഇലക്ട്രിക്കാക്കി മാറ്റുമ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും അടി തട്ടുന്ന പേടിയോ കാര്യങ്ങളൊന്നും വേണ്ട. 200 mm ഒക്കെ അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് എന്ന് പറയാം. ഒരു സിൽവർ എലമെൻറ്റ് ഏറ്റവും താഴെയായിട്ട് കാണാനായിട്ട് സാധിക്കും. ബാക്കി ഇവിടെയൊക്കെ നോക്കുമ്പോൾ സൈഡ് പ്രൊഫൈലൊക്കെ നമുക്കൊരു ഇലക്ട്രിക് ആണെന്ന് അറിയിക്കുന്ന യാതൊരുവിധ സാധനമില്ല, അലോയ്സ് ഒഴിച്ച് എന്നുള്ളതാണ്. എല്ലാം സാധാരണ നമ്മൾ ക്രെറ്റയിൽ കാണുന്ന രൂപത്തിൽ തന്നെയാണ്. ഇനിയും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റു കാര്യങ്ങളുണ്ട്. അതായത് ORM നമുക്ക് ഇൻഡിക്കേറ്റർ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ഫോൾഡ് വിത്ത് ഓട്ടോ ഫോൾഡ് അടക്കം നമ്മൾ ലോക്ക് ചെയ്താൽ ഓട്ടോമാറ്റിക്കായിട്ട് ORM ഫോൾഡ് ആവും. ആ ഫീച്ചർ അടക്കം നമുക്ക് സ്റ്റാൻഡേർഡാണ്, ബേസ് വേരിയൻറ്റ് തൊട്ട് കൊടുത്തിട്ടുണ്ട്. അതിനും ഒരു ലേക്ക് ഹ്യുണ്ടായിക്ക് കൊടുക്കുകയാണ്. അതുപോലെ 360 ഡിഗ്രി ക്യാമറയുടെ ഭാഗമായിട്ടുള്ള ക്യാമറ കാണാം. പിന്നെ പെഡൽ ലാമ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഏരിയ ഇവിടെയും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അസിസ്റ്റ് ബട്ടൺ നമുക്ക് പാസഞ്ചർ സൈഡ് ഇല്ല, അത് ഡ്രൈവർ സൈഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ടോപ്പിൻ്റെ എടുക്കുന്നവർക്ക് നമുക്ക് പവേർഡ് സീറ്റാണ്, അതായത് 8 വേ പവേർഡ് സീറ്റാണ് നമ്മുടെ പാസഞ്ചർക്ക് വന്നിട്ടുള്ളത്. അത് ടോപ്പ് എൻഡിൽ മാത്രമേ ഉള്ളൂ എന്ന് മാത്രം. പിന്നെ നമുക്ക് റൂഫ് റെയിൽസ് കാണാം. അത് നമുക്ക് സ്മാർട്ട് എന്ന് പറയുന്ന 2ാമത്തെ വേരിയൻറ്റിലാണ് ലഭിക്കുന്നത്. ഷാർക്ക് ഫിൻ ആൻറ്റിന സ്റ്റാൻഡേർഡാണ്, എല്ലാ വേരിയൻറ്റിലും കിട്ടും. പാനോറമിക് റൂഫ് മറ്റൊരു പ്രത്യേകതയാണ്. അത് പക്ഷേ 3ാമത്തെ വേരിയൻ്റായുള്ള സ്മാർട്ട് ഓപ്ഷണൽ മുതലാണ് മുകളിലേക്കാണ് നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് വശങ്ങളിലെ കാര്യങ്ങൾ. പിന്നെ സാധാരണ നമ്മൾ കാണുന്ന പോലെ ക്രെറ്റയുടെ ഒരു സിഗ്നേച്ചറാണ് ഈ ഒരു പില്ലറിന് ലൈറ്റ്നിങ് ആർക്ക് എന്ന് പറയുന്ന രൂപത്തിലൊരു ഡിസൈൻ, ഒരു തീം, ഒരു കളേഡ്, ഒരു കുറച്ചുകൂടി ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടി. അപ്പോൾ ആ ഒരു ഡിസൈൻ നമുക്ക് ഇവിടെയും കാണാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ വശങ്ങളിലും ഇത്രയും കാര്യം നമുക്ക് ഒരുപാട് ഇന്ന വേരിയൻറ്റിലില്ല, അങ്ങനെയില്ല ഇങ്ങനെയില്ല എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ഒരുവിധം എല്ലാ ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡ് ആക്കി കൊടുത്തിട്ടുണ്ട് ഹ്യുണ്ടായി എന്നുള്ളതാണ്. ഇനി പുറകിൽ വന്നാലും വ്യത്യസ്തമല്ല, നമുക്ക് LED ആണ്
സ്റ്റോപ്പ് ലാമ്പ് വന്നിട്ടുള്ളത് സ്റ്റാൻഡേർഡ് ആണ്. ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് അത് കിട്ടുന്നുണ്ട്. ഒപ്പം ഈ ഒരു സ്പോയിലർ കിട്ടുന്നുണ്ട്. ഡിഫോഗർ ബേസ് വേരിയൻറ്റ് മുതലുണ്ട്, വൈപ്പർ ബേസ് വേരിയൻറ്റ് മുതലുണ്ട്. ലേക്ക് കൊടുത്തേ മതിയാവുള്ളൂ. ചിലപ്പോൾ പലരും ചിന്തിച്ചിട്ട് അതിൻ്റെ പ്രൈസ് വന്നപ്പോൾ ഓവർ പ്രൈസർ ആണല്ലോ ക്രെറ്റ EV എന്നുള്ളതിൽ പ്രൈസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ഫീച്ചേഴ്സ് നോക്കുന്ന സമയത്ത് നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ബേസ് വേരിയൻറ്റ് കൊടുത്തു എന്ന് നമ്മൾ കാണുമ്പോൾ പ്രൈസ് ജസ്റ്റിഫൈ ചെയ്യുന്ന രൂപത്തിലുള്ള ഫീച്ചേഴ്സ് ഉള്ളതുകൊണ്ട് അത് ഒരിക്കലും ഓവർ പ്രൈസ് എന്ന് പറയാൻ പറ്റാത്തൊരു രീതിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഹ്യുണ്ടായി എന്ന് പറയാം. അതുപോലെ ഈ ഒരു ഏരിയ കണക്റ്റിംഗ് ടൈപ്പ് ലൈറ്റ് ഏത് വേരിയൻറ്റ് മുതൽ ഉണ്ടാവും നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ബേസ് വേരിയൻറ്റ് മുതൽ നമ്മുടെ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഈ സ്വീക്വിഷൻ LED മുന്നിൽ പറഞ്ഞ അതേ സാധനം തന്നെയാണ് നമുക്കൊരു സ്മാർട്ട് മുതൽ രണ്ടാമത്തെ വേരിയൻറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇലക്ട്രിക് എന്ന് സൂചിപ്പിക്കുന്നൊരു ബാഡ്ജിങ് കൂടെ വന്നിട്ടുണ്ട്. ക്രെറ്റയുടെ ബാഡ്ജിങ് വന്നിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെയാണ് നോർമൽ ഒരു ക്രെറ്റയിൽ നമ്മൾ കാണുന്ന രൂപത്തിൽ തന്നെ. റിയർ വ്യൂ ക്യാമറ നമുക്ക് ബേസ് വേരിയൻറ്റിൽ മുതൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ പിക്സലേറ്റ് ആയിട്ടുള്ള രൂപത്തിലുള്ള റിവേഴ്സ് ലാമ്പ് കണ്ടോ, ഇവിടെ 3 ഇവിടെ 3 നൽകിയിട്ടുണ്ട്. അതും സ്റ്റാൻഡേർഡ് ആണ്. ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ നമ്മളൊരു മുൻവശത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു പിക്സലേറ്റ് ഡിസൈൻ നമുക്ക് റിയർ ബമ്പറിലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഒരു സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രൂപത്തിലുള്ള സിൽവർ എലമെൻറ്റ് അത് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് എല്ലാ വേരിയൻറ്റിലും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇത്രയൊക്കെയാണ് നമ്മുടെ മൊത്തത്തിലുള്ളൊരു കാഴ്ചയിൽ പറയാനുള്ളത്. ഇത് ഞാൻ ശരിക്കും 6 വേരിയൻറ്റും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന രൂപത്തിലാണുള്ളത്. ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എനിക്ക് ഏറ്റവും സമയമെടുത്തുള്ള ഒരു വാഹനമാണ് ക്രെറ്റ EV എന്ന് പറഞ്ഞാൽ. കാരണം ഇത് ഒരു സ്ക്രിപ്റ്റിങ്ങിൻ്റെ സമയത്ത്, പക്ഷേ ഇപ്പോൾ പറയുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് പറയാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണ്. കാരണം ഫീച്ചേഴ്സ് നമുക്ക് സ്റ്റാൻഡേർഡാക്കി ഒരുവിധം എല്ലാ കാര്യങ്ങളും കൊടുത്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇനി ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് 433 ലിറ്റർ ഒരു ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞില്ല, ഒരു 11 കിലോവാട്ടിൻ്റെ ചാർജർ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വെറും 4 മണിക്കൂർ കൊണ്ട് ക്രെറ്റ ഫുൾ ചാർജ് ആവും. 10% 100% ആവും എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചാർജറാണ് ഈ വന്നുള്ളത്. ഇത് ഓപ്ഷനിലാണ്, വണ്ടിയുടെ പ്രൈസിൽ ഇൻക്ലൂഡഡ് അല്ല. അത് 3ാമത്തെ വേരിയൻറ്റ് മുതൽ മുകളിലേക്കുള്ളവർക്കാണ് ഇത് ഓപ്ഷനിലായിട്ട് കിട്ടുള്ളൂ. അങ്ങനെ ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിൽ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 ഫേസ് കണക്ഷൻ ഉണ്ടായിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ കൊണ്ടൊക്കെ നിങ്ങൾക്കൊരു ചാർജ് ചെയ്ത് കഴിഞ്ഞാലൊരു 300-350 കിലോമീറ്റർ ഓടാൻ പറ്റിയാൽ അതുപോലെയല്ലേ. അതുപോലെ ബൂട്ട് ലാമ്പ് നമുക്ക് സ്റ്റാൻഡേർഡ് ആണ്. ബേസ് വേരിയൻറ്റ് മുതൽ കൊടുത്തിട്ടുണ്ട്. പാർസൽ ട്രെയും സ്റ്റാൻഡേർഡ് ആണ്. ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിപ്പോൾ എൻ്റെ ജാക്കറ്റ്, ഹെൽമെറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ബൈക്കിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് അവിടെ ഇരിക്കുന്നുണ്ട്. ഇത് നോർമൽ നമ്മുടെ ഒരു ചാർജർ നമ്മുടെ വീട്ടിൽ സാധാരണ നമ്മൾ AC പവർ ചാർജ് ചെയ്യില്ല, മൊബൈൽ ചാർജിങ് പോർട്ടിൽ നിന്നൊക്കെ നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഇത് നമ്മുടെ വണ്ടിയുടെ ഒപ്പം കിട്ടുന്നതാണ് കേട്ടോ. സ്റ്റാൻഡേർഡായിട്ട് കിട്ടുന്നതാണ്. സാധാരണ ഏത് പ്ലഗിലും ആണെങ്കിലും നമുക്ക് കുത്തിയിട്ട് ചാർജ് ചെയ്യാവുന്നേ ഉള്ളൂ. അങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 10-12 മണിക്കൂറൊക്കെ എടുക്കും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്പെയർ വീൽ നമുക്കിപ്പോൾ കാണിക്കാൻ പറ്റില്ല, അവിടെ അത്രയും ലഗേജ് ഉള്ളതുകൊണ്ട്. എന്തായാലും സ്പെയർ വീൽ നമുക്ക് സെയിം സൈസാണ്. അതും ഏത് വേരിയൻ്റ് എടുത്താലും നമുക്ക് ഈ കാണുന്ന 215/60 പ്രൊഫൈലുള്ള 17 ഇഞ്ചിൻ്റെ സെയിം സൈസ് തന്നെ നമുക്ക് സ്പെയർ വീലും കൊടുത്തിട്ടുണ്ട്. എല്ലാ കാര്യം കണ്ടറിഞ്ഞ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അതുപോലെ ഇവിടെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു കാര്യം കാണാം. അതായത് കണ്ടോ, ഒരുപാട് സ്ഥലം വെറുതെ കിടക്കുകയാണ്. ബാറ്ററി പാക്കൊക്കെ നമുക്കൊരു 3/4 ഭാഗത്തേക്ക് വരുന്നുള്ളൂ. ബാക്കി സ്ഥലം കണ്ടോ. കാരണം ഇവിടെ പെട്രോൾ ടാങ്കും എക്സോസ്റ്റൊക്കെ വരേണ്ടതാണ്. അതൊന്നും EVക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ഒരുപാട് സ്ഥലം എംപ്റ്റി ആയിട്ട് കിടക്കുന്നുണ്ട്. അത് എന്തായാലും ഒരു നിങ്ങളധികം കാണാത്തൊരു കാഴ്ചയാണ് എന്നുള്ളതുകൊണ്ട് കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് മൊത്തത്തിൽ കാഴ്ചയിൽ പറയാനുള്ളത്. നമ്മുടെ ഉള്ളിലേക്ക് കയറി നോക്കാം. ഉള്ളിൽ കയറുമ്പോഴും ഇതുപോലെയുള്ള ഞെട്ടിക്കുന്ന സാധനങ്ങളുണ്ട്. അത് തന്നെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ ഫിനിഷുള്ള ഡോർ ഹാൻഡിൽസ് നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നുണ്ട്. അതുപോലെ സൺഷെയ്ഡ് കർട്ടൻ നമുക്ക് സ്മാർട്ട് എന്ന് പറയുന്ന 2ാമത്തെ വേരിയൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബേസ് വേരിയൻറ്റ് ഒഴിച്ച് ബാക്കി എല്ലാത്തിലും കിട്ടുന്നുണ്ട് എന്ന് പറയാം. 4 പവർ വിൻഡോ സെൻട്രൽ ലോക്കിംഗ് ഒക്കെ സ്റ്റാൻഡേർഡാണ്. പക്ഷേ ഇതിൽ ഒരു കോസ്റ്റ് കട്ടിങ് എവിടെ വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും 20 ലക്ഷത്തിന് മുകളിൽ വില വരുന്ന വാഹനമായതുകൊണ്ട് തന്നെ നമ്മൾ ഓട്ടോ 1 ടച്ച് അപ്പ് ആൻഡ് ഡൗൺ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് പക്ഷേ ഹ്യുണ്ടായി കൊടുത്തിട്ടില്ല. ഡ്രൈവർ സൈഡ് മാത്രമേ കൊടുത്തുള്ളൂ. അതുപോലെ ഇവിടെ ഇല്ലുമിനേഷൻ ഒന്നും കൊടുത്തിട്ടില്ല. നമുക്ക് ഇതിനുള്ളിൽ രാത്രി കാലങ്ങളിൽ ഹെഡ്ലൈറ്റ് ഓൺ ആകുമ്പോൾ ഇവിടെയൊക്കെ ലൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്കൊരു 20 ലക്ഷത്തിനുള്ള വാഹനത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അതൊന്നും ഇതിൽ നൽകിയിട്ടില്ല. അത്തരത്തിലുള്ള കോസ്റ്റ് കട്ടിങ്ങും ചില ഭാഗത്ത് നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ആംറസ്റ്റ് ഭാഗത്തൊരു സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് കാണാം. ഇത് കാണുന്നത് ലെതറാണ്. ടോപ്പ് എൻഡിൽ മാത്രമേ ലെതർ കിട്ടുള്ളൂ. ബാക്കിയുള്ള വേരിയൻറ്റിലൊക്കെ ഫാബ്രിക് ആയിരിക്കും ഇവിടെ ലഭിക്കുക. ബോസിൻ്റെ ഒരു സ്പീക്കർ കാണാനായിട്ട് സാധിക്കും. ഏറ്റവും ടോപ്പിൻ്റെ എടുക്കുന്നവർക്ക് ബോസിൻ്റെ 8 സ്പീക്കറോട് കൂടിയുള്ള ഒരു പ്രീമിയം സ്ക്രീന് കാര്യങ്ങളൊക്കെയാണ്, ഇൻഫർടൈൻമെൻ്റ് ആണ് നമുക്ക് ലഭിക്കുന്നത്. പക്ഷേ മറ്റുള്ളൊരു വിഷമിക്കേണ്ട, ബേസ് വേരിയൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 6 സ്പീക്കർ ഉണ്ട്. അതായത് 4 ഡോറിൽ സ്പീക്കർ ഉണ്ട്, 2 ട്വീറ്റർ ഫ്രണ്ടിലുണ്ട്. അങ്ങനെ ബേസ് വേരിയൻ്റ് എടുക്കുന്നവർക്ക് 6 സ്പീക്കർ ലഭിക്കുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയാണ്. ഡോർ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായാലോ, ഡുവൽ ടോൺ ആണ് കൊടുത്തിട്ടുള്ളത് അല്ലേ. ഇതൊരു ബ്ലാക്ക് അല്ല കേട്ടോ. നിങ്ങൾ പലപ്പോഴും വീഡിയോയിൽ കാണുമ്പോൾ ചില ബ്ലാക്ക് ആയിട്ടൊക്കെ തോന്നുന്നത്. ഇതൊരു ബ്ലൂ ആണ്, ഒരു ഡാർക്ക് ബ്ലൂ എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ബ്ലൂ ആണ്. അതും ബീജിൻ്റെ ഒരു മിക്സ് ആണ് വന്നുള്ളത്. അത് തന്നെയാണ് ഏത് വേരിയൻ്റ് എടുത്താലും നിങ്ങൾക്ക് ഉള്ളിൽ ലഭിക്കാൻ പോകുന്ന സീറ്റാണെങ്കിലും. ഇനി അതുപോലെ തന്നെ നമ്മുടെ ഡാഷ്ബോർഡ് കാര്യങ്ങൾ ഏതാണെന്നുണ്ടെങ്കിലും ഡുവൽ ടോൺ ആണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഫാബ്രിക് സീറ്റാണ് സ്റ്റാൻഡേർഡായിട്ട് നമുക്ക് ലഭിക്കാമെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഫുൾ ഓപ്ഷനാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാണുന്നതൊരു ലെതർ സീറ്റാണ് വന്നിട്ടുള്ളത്. ഇനി ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ബോസ് മോഡ് എന്ന് നമ്മൾ സാധാരണ എല്ലാം കേട്ട് പരിചയമുള്ള, പക്ഷേ ഹ്യുണ്ടായി വാക്ക് ഇൻ ഡിവൈസ് എന്ന് വിളിക്കുന്ന ഒരു ഫീച്ചർ.
ബാക്കിലിരുന്നുകൊണ്ട് തന്നെ ഫ്രണ്ടിലെ സീറ്റ് നമുക്ക് ഇവിടെയുള്ള കൺട്രോൾസ് ഉപയോഗിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ പുറകിലിരിക്കുന്നവർക്ക് രാജാവിനെ പോലെ എത്ര സ്പേസ് വേണമെങ്കിലും കണ്ടെത്താമെന്നുള്ളതാണ്. ലെഗ് റൂം ഇൻഫിനിറ്റിയാണ്, എത്ര വേണമെങ്കിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. തൈ സപ്പോർട്ടും അതുപോലെ തന്നെ ഇഷ്ടം പോലെയുണ്ട്, അടിപൊളിയാണ് എന്ന് പറയാം. ഹെഡ് റൂം ആണെന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ലത്. 4 പേരിൽ ആ രൂപത്തിൽ നമുക്ക് കിട്ടുന്നുണ്ട്. അതുപോലെ ഈ സീറ്റ് 60-40 സ്പ്ലിറ്റ് ആണ്, അത് ബേസ് വരിന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ റിക്ലൈൻ ചെയ്യാൻ സാധിക്കും. ഇതിപ്പോൾ റിക്ലൈൻഡ് ആണ്. നമ്മൾ ഇതാണ് ഒരു നോർമൽ പൊസിഷൻ എന്ന് പറയുന്നത്, കുറച്ചുകൂടി അപ്രൈറ്റ് ആയിട്ടാണ് അത്. ഒരു സ്റ്റെപ്പ് താഴ്ത്തിയാൽ നമുക്ക് കുറച്ചുകൂടി റിലാക്സ് ചെയ്തിരിക്കുന്ന ഒരു പൊസിഷനിലേക്ക് ആക്കാനായിട്ട് പറ്റും. അതും സ്റ്റാൻഡേർഡാണ്, ബേസിൻ്റെ എടുത്താലും ഈ ഒരു ഫീച്ചർ കിട്ടുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ ഈ കണ്ട ഈ ഒരു ബോസ് മോഡൽ അല്ലെങ്കിൽ വാക്കിൻ ഡിവൈസ് എന്ന് പറയുന്ന ഫീച്ചർ ടോപ്പ് എൻഡിൽ മാത്രമേ കിട്ടുള്ളൂ. കാരണം ഇത് പവേർഡ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഫീച്ചർ ലഭിക്കുന്നത്. അപ്പോൾ ഈ സീറ്റ് പവേർഡ് ആവുന്നത്, ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ടോപ്പ് എൻഡിൽ മാത്രം. അത് എക്സലൻസ് എന്ന് പറയുന്ന ടോപ്പ് എൻഡിനെ കുറിച്ചാണ് പറയുന്നത്. 41 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് എടുക്കുന്നവർക്ക് ഈ ഒരു ഫീച്ചർ കിട്ടില്ല എന്നുള്ളതാണ് കേട്ടോ. അതുപോലെ ആ ഒരു വേരിയൻറ്റ്, ഏറ്റവും എക്സലൻസ് പറയുന്ന വേരിയൻറ്റ് തന്നെയാണ് ഇത്തരത്തിലൊരു ട്രേ നമുക്ക് ലഭിക്കുന്നത്. 3 കിലോ വരെ 3.5 കിലോ വരെ ഭാരം കയറ്റാമെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ടാബ് കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് വർക്ക് ചെയ്യാം. ഒപ്പം ജ്യൂസും കുടിക്കാം. ഒരു കപ്പ് ഹോൾഡർ നമുക്ക് ലഭിക്കുന്നത് 2 സൈഡ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു പുഷ് കൊടുത്താൽ കപ്പ് ഹോൾഡറൊക്കെ ഓപ്പൺ ആവുന്ന രൂപത്തിലാണ്. ടോപ്പ് എൻഡിൽ മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ എന്ന് പറയാം. റിയറിലേക്ക് AC വെൻ്റ് സ്റ്റാൻഡേർഡാണ്, ബേസ് വേരിയൻറ്റ് മുതൽ കിട്ടുന്നുണ്ട്. 2 C ടൈപ്പ് ചാർജിംഗ് പോർട്ട് ബേസ് വേരിയൻറ്റ് മുതൽ കിട്ടുന്നുണ്ട്. ഇതിൽ കാണുന്ന എല്ലാ ചാർജിംഗ് പോർട്ടും, ഫുൾ ഓപ്ഷനുള്ള എല്ലാ ചാർജിംഗ് പോർട്ടും നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ കിട്ടുന്നതാണ്. അതിനൊരു ലൈക്ക് കൊടുത്തേ മതിയാവുള്ളൂ. അങ്ങനെ മൊത്തം നോക്കുന്ന സമയത്ത് ഏകദേശം നമുക്ക് 4-ലധികം 5ഓളം ചാർജിങ് ഓപ്ഷൻസ് നോർമൽ വരുന്നുണ്ട്. അതുകൂടാതെ ഇതിനടിയിൽ നമുക്ക് AC ചാർജിങ് പോർട്ട് കൂടി വരുന്നുണ്ട്. റെഗുലർ നമ്മൾ വീട്ടിലൊക്കെ പ്ലഗ് ചെയ്യുന്ന പോലെ ഉണ്ടോ, സാധാരണ പിന്ന് കുത്തിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാം. AC ആയിരിക്കും ഒന്ന് ഔട്ട് വരിക എന്നുള്ളതാണ്. അപ്പോൾ അത് വാഹനത്തിന് പുറത്തുകൊണ്ട് അകത്തുള്ള ഇതാണ്. നമുക്ക് ലാപ്ടോപ്പ്, മൊബൈൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നിന്ന് ചാർജ് ചെയ്ത് ഉപയോഗിക്കാമെന്നുള്ളതാണ്. അതിനൊരു ലൈക്ക്, കാരണം അത് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു സ്ഥലത്താണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് എന്നുള്ളത് കൊണ്ടും ഒരു ലൈക്ക് കൊടുക്കുകയാണ്. പിന്നെ നമുക്കിവിടെ കാണാനുള്ളത് ആംറസ്റ്റ് വിത്ത് കപ്പ് ഹോൾഡേഴ്സോട് കൂടി വന്നിട്ടുണ്ട്. അത് സ്റ്റാൻഡേർഡാണ്, എല്ലാ വേരിയൻറ്റിലും നമുക്ക് ലഭിക്കുന്നുണ്ട്. 2 അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കാണാനായിട്ട് സാധിക്കും. അത്രയൊക്കെയാണ്, വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റ്. അതുപോലെ യാത്രയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബാറ്ററി പാക്ക് വന്നപ്പോൾ സാധാരണ നമ്മുടെ മഹീന്ദ്ര BE6-ലും അതുപോലെ MG ZCV ഇതുപോലുള്ള വാഹനങ്ങളിലൊക്കെ പ്രധാനമായിട്ട് സംഭവിച്ചതെന്ന് അറിയോ, പ്ലാറ്റ്ഫോം ഉയരം കൂടി. അപ്പോൾ നമുക്ക് ഇത്തിരി കംഫർട്ടിനെ ബാധിച്ചു എന്നുള്ളത്. അതായത് കാലിപ്പോൾ കുറച്ച് ഇതായി ഇങ്ങനെ ആയിരിക്കും നമുക്ക് ആ വാഹനത്തിലേക്ക് ഇരിക്കേണ്ടി വരുന്നത്. ഇതിൽ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല കേട്ടോ. ഒരു 80-85% ഓക്കെയാണ് തൈ സപ്പോർട്ട് എന്നുള്ളതാണ്. 100% ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ പോലും ഓക്കെയാണ്. ഈ ഒരു സെഗ്മെൻറ്റിൽ ഈ പ്രൈസിലൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഡീസൻ്റ് ആയിട്ടുള്ളൊരു സ്പേസ് അല്ലെങ്കിൽ കംഫർട്ട് നമുക്ക് റിയർ സീറ്റിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. അത് സസ്പെൻഷൻ്റെ കാര്യത്തിലാണെങ്കിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ. അത് ഞാൻ ഓടിക്കുമ്പോൾ വിശദമായിട്ട് പറയാം. അപ്പോൾ ഇത്രയൊക്കെയാണ് റിയറിലെ കാര്യങ്ങൾ. ഇനി ഫ്രണ്ടിൽ കയറി നോക്കാം. ഇതാണ് ക്രെറ്റ ഇലക്ട്രിക്കിൻ്റെ കീ വന്നിട്ടുള്ളത്. ഇത് സ്മാർട്ട് കീ ആണ്, നിങ്ങൾക്ക് കണ്ട ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവും. ഇത് സ്റ്റാൻഡേർഡാണ്. ബേസ് വേരിയൻ്റ് എടുത്താൽ നമുക്ക് റിമോട്ട് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പും നമ്മുടെ ബൂട്ട് ഓപ്പണിംഗ് ഒക്കെ അടക്കമുള്ള ഈ ഒരു സ്മാർട്ട് കീ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനും ഒരു ലൈക്ക് കൊടുക്കാം. ഇതാണ് നമ്മുടെ അസിസ്റ്റ് ബട്ടൺ, ഒരു ടച്ചാണ് വന്നുള്ളത്. നമ്മൾ ഒരു സ്വിച്ചായിട്ടോ അല്ലെങ്കിൽ ബട്ടണായിട്ട് കൊടുത്തില്ല, ജസ്റ്റ് ടച്ചിൽ തന്നെ നമുക്ക് ലോക്ക് അൺലോക്ക് കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ ഉള്ളിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ഡോർ പാറ്റേൺ കാര്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെയാണ്. എക്സ്ട്രാ നോർമൽ എല്ലാ വാഹനങ്ങളിലും കാണുന്ന പോലെ 4 പവർ വിൻഡോയുടെ കൺട്രോൾസ്, ലോക്ക് അൺലോക്ക്, ORMൻ്റെ കൺട്രോൾസാണ് വന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ 2 കൺട്രോൾ കൂടി കാണാം. അതായത് നമുക്ക് ടോപ്പ് എൻഡ് എടുത്തു കഴിഞ്ഞാൽ ക്രെറ്റയുടെ ടോപ്പ് എൻഡ് നമ്മളിപ്പോൾ കാണുന്നതാണ്. 8 വേ പവർ അഡ്ജസ്റ്റാണ് സീറ്റ് വന്നുള്ളത്, വിത്ത് മെമ്മറി ഫംഗ്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് 8 രൂപത്തിൽ നമ്മുടെ സീറ്റ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഒപ്പം 2 മെമ്മറി സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വാഹനത്തിലേക്ക് കയറി ഇരിക്കുമ്പോൾ, അപ്പോൾ നിങ്ങൾ ഫ്രണ്ടിലേക്ക് സീറ്റ് ഇട്ടിട്ടാണ് ഇരിക്കുന്ന ഒരാളാണെന്ന് വെച്ചോ, കയറുന്ന സമയത്ത് ഇത്തിരി ടൈറ്റ് ആവുമല്ലോ, ആ പ്രശ്നത്തിൽ ഉണ്ടാവില്ല. നിങ്ങൾ ഡോർ തുറന്ന് കയറുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സീറ്റ് ബാക്കിലേക്ക് പോകും. നിങ്ങൾ കയറി ഇരുന്നതിന് ശേഷം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത പൊസിഷനിലേക്ക് തിരിച്ചു വരികയും ചെയ്യും. നമ്മളൊന്നും ചെയ്യേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ടോപ്പ് എൻഡിലായിട്ട് എക്സലൻസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിൽ മാത്രം 6ാമത്തെ വേരിയൻറ്റിലാണ് നമുക്ക് ലഭിക്കുക. പക്ഷേ അതിൽ മാത്രമല്ല പവേർഡ് ആവുന്നത്. അവിടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം, നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ എന്നല്ല, ബേസ് വേരിയൻറ്റിൽ നമുക്ക് മാനുവലി സീറ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷേ 2ാമത്തെ വേരിയൻറ്റ് മുതൽ 6 വേ പവർ അഡ്ജസ്റ്റ് തന്നെയാണ് നമുക്ക് ക്രെറ്റയിൽ കൊടുത്തിട്ടുള്ളത്, ക്രെറ്റ EVയിൽ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അതിനും ഒരു ലൈക്ക് ഞാൻ കൊടുക്കുകയാണ്. 2ാമത്തെ വേരിയൻറ്റിലൊക്കെ പവേർഡ് സീറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ഫീച്ചർ തന്നെയാണ് വന്നിട്ടുള്ളത്. കൂടാതെ നമുക്ക് ടോപ്പ് എൻഡ് എടുക്കുന്നവർക്ക് വെന്റിലേറ്റഡ് സീറ്റ് കൂടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വെന്റിലേറ്റഡ് ഫംഗ്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. ഇവിടെയാണ് നമുക്ക് അതിൻ്റെ സെൻട്രൽ കൺസോളിലാണ് അതിൻ്റെ കൺട്രോൾ വന്നുള്ളത്. ക്രെറ്റ ഇലക്ട്രിക് എന്നുള്ള ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നല്ല കംഫർട്ടുള്ള കിടിലൻ സീറ്റ് കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഇനി ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുഷ് ബട്ടൺ കാണാം. പുഷ് ബട്ടൺ സ്റ്റാർട്ട് സ്റ്റോപ്പും നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ കൊടുക്കുന്നുണ്ട്. EV സ്റ്റാർട്ട് സ്റ്റോപ്പ് എന്നുള്ളതാണ് അവിടെ എഴുതിയിട്ടുള്ളത്. ഇത് ഹിൽ ഡിസെൻറ്റ് കൺട്രോളാണ്, ബേസിനുള്ള ഫീച്ചറാണ്. ട്രാക്ഷൻ കൺട്രോൾ, ഫ്രണ്ട് പാർക്കിംഗ് സെൻസർ ഓൺ ഓഫ് വന്നിട്ടുണ്ട്. ഫ്രണ്ട് പാർക്കിംഗ് സെൻസറാണ് നമുക്ക് ടോപ്പ് എൻഡിൽ മാത്രം ലഭിക്കുന്ന ഒരു ഫീച്ചർ. അവിടെ നോക്കുന്ന സമയത്ത് ഇത് നിങ്ങൾ സാധാരണ ക്രെറ്റയിൽ കാണാത്തൊരു സാധനമാണ്. ഇതിപ്പോൾ എങ്ങനെ കാണിക്കുമെന്നുള്ളതാണ്. ഇത് കണ്ട, ഇത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ?
ഇത് അയോണിക് സീരീസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ ക്രെറ്റയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. അതായത് ഇത് റൈഡ് ബൈ വയർ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഷിഫ്റ്റ് ബൈ വയർ കോളമാണ്. ഇതിലാണ് നമ്മുടെ ഡ്രൈവ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യേണ്ടത്. ഡ്രൈവ്, ന്യൂട്രൽ, റിവേഴ്സ്, പാർക്ക്. വളരെ കൺവീനിയൻ്റ് ആണെന്ന് പറയട്ടെ. എനിക്ക് തുടക്കത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് റിവേഴ്സ് എന്നൊക്കെ മാറ്റുമ്പോൾ ഇവിടേക്ക് കൈ പോയി, കാരണം നോർമലി ഇവിടെയല്ല നമ്മൾ കാണാറുള്ളത്. പക്ഷേ യൂസർ ആയതിനു ശേഷം ഇത്രയും കംഫർട്ട് കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അമ്മാതിരി ലെവലായിരുന്നു. നമുക്ക് പക്ക ക്രിസ്പായിട്ടുള്ള ഷിഫ്റ്റ് കാര്യങ്ങളാണ്. അതങ്ങനെ പറയാൻ ഒരു കാരണമുണ്ട്, ഞാൻ വണ്ടി ഓടിക്കുന്ന സമയത്ത് പറയാം. അപ്പോൾ ഇത് ഷിഫ്റ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളിത് ബ്രേക്ക് അപ്ലൈ ചെയ്യുക, ഫുള്ളായി ബ്രേക്ക് കൊടുത്തതിന് ശേഷം ജസ്റ്റ് തിരിച്ചാൽ കണ്ടോ, ഇപ്പോൾ ഡ്രൈവായി. ഇനി ഒന്നുകൂടി താഴേക്ക് തിരിച്ചാൽ റിവേഴ്സായി, ചെറുതായിട്ട് തിരിച്ചാൽ ന്യൂട്രലായി. അത് പക്ക ക്രിസ്പാണ്, ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നുമില്ല. പാർക്ക് ഇടണമെങ്കിൽ ഇവിടെ ഒരു മണ്ടയിലൊരു പ്രസ്സും കൊടുത്താൽ പാർക്കായി. വളരെ കൺവീനിയൻ്റ് ആണ് എന്ന് പറയാം, ഒരു രക്ഷയില്ല കേട്ടോ. അതും അടിപൊളിയാണ് എന്ന് മാത്രമല്ല, ബേസ് വേരിന് മുതൽ നമുക്ക് ഇത്തരത്തിലാണ് ഇതിൻ്റെ ഷിഫ്റ്റ് വരുന്നത്. അതും കിടിലൻ ഫീച്ചറായിട്ട് പറയാവുന്നതാണ്. ഇനി പറയാനുള്ളത് നമ്മുടെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ചിട്ടാണ്. ആദ്യം തന്നെ അതിൻ്റെ ഒരു ഫീച്ചർ ഞാൻ പറയാം, എന്നിട്ട് എൻ്റെ ഒരു തോട്ട് ഞാൻ അതിൻ്റെ സ്റ്റിയറിംഗ് വീലിനെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ അത് ഓടിക്കുന്ന സമയത്ത് പറയാം. ഇപ്പോൾ ഫീച്ചർ പറയാം കേട്ടോ. ടിൽറ്റ് അതുപോലെ ടെലിസ്കോപ്പിക് ഫംഗ്ഷൻ രണ്ടും നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ബേസ് വേരിന് മുതൽ നമ്മുടെ ഹ്യുണ്ടായി കൊടുത്തിട്ടുണ്ട്. അതും ഇവിടെ നമുക്ക് അഡാസിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് ഓഡിയോയുടെ കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഓഡിയോയുടെ കൺട്രോൾസൊക്കെ നമുക്ക് സ്റ്റാൻഡേർഡാണ്, ബേസ് വേരിന് മുതൽ ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്രൂയിസ് കൺട്രോൾ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് ബേസ് വേരിന് മുതൽ ലഭിക്കും. പക്ഷേ ഇപ്പോൾ ഇവിടെ കാണുന്നത് അഡാസ് ലെവൽ 2ൻ്റെ കൺട്രോളാണ്. അപ്പോൾ അത് പ്രീമിയം എക്സലൻസ് എന്നിങ്ങനെയുള്ള 2 ബാറ്ററി പാക്കിൻ്റെ ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണ് നമുക്ക് ലഭിക്കുന്നത് എന്ന് പറയാം. അതുപോലെ ഇവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് നിങ്ങൾ കണ്ടില്ലേ, റീജനറേറ്റീവ് പാഡൽ ഷിഫ്റ്റേഴ്സാണ്. അതിൻ്റെ യൂസ് ഞാൻ ഓടിക്കുന്ന സമയത്ത് പറയാം. അതും നമുക്ക് ബേസ് വേരിയൻറ്റ് മുതൽ നൽകിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസാണ്, ഓട്ടോ ഹെഡ് ലാമ്പ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഇവിടെ വൈപ്പറിൻ്റെ കൺട്രോൾസ് വന്നിട്ടുണ്ട്. ഇതാണ് നമുക്ക് 10.25 ഇഞ്ചിൻ്റെ ഒരു ടച്ച് സ്ക്രീൻ വന്നിട്ടുള്ളത്. അതുപോലെ സെയിം സൈസിൽ തന്നെ 10.25 ഇഞ്ചിൻ്റെ ഒരു ഇൻഫർടൈൻമെൻറ്റും വന്നിട്ടുണ്ട്. ഇത് രണ്ടും ഇൻറ്റിഗ്രേറ്റഡ് ആയ രൂപത്തിൽ സ്റ്റാൻഡേർഡായിട്ട് നിങ്ങൾ ബേസ് വേരിയൻ്റ് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അടിപൊളിയല്ലേ? അപ്പോൾ ഒരു ലൈക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ടാക്കോമീറ്ററിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് കാണുന്നത് ചാർജ്, പവർ എന്നിങ്ങനെയുള്ള എന്നാൽ ടാക്കോമീറ്റർ പോലെ കയറുന്നൊരു ഫീൽ നമുക്ക് കാണുമ്പോൾ കിട്ടുമെന്ന് പറയാം. ഇവിടെ ഓഡോമീറ്ററാണ് 885 കിലോമീറ്റർ ആക്കി ഒരു വാഹനം ഓടിയിട്ടുള്ളൂ. ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് ടു എംറ്റി എത്ര റേഞ്ചിന് പോകുമെന്നുള്ളതാണ് 268 കാണിക്കുന്നുണ്ട്. ഇവിടെ സ്പീഡോമീറ്ററാണ്. പിന്നെ നമ്മുടെ ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ, അഡാസിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെയാണ്. കൂളൻ ടെമ്പറേച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിത് ഇത്തരത്തിൽ നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിങ് സ്റ്റാൻഡേർഡായിട്ട് അറിയാം. ഇത് അഡാസിൻ്റെ ഒരു ഫീച്ചേഴ്സാണ് വരുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ ട്രിപ്പ് മീറ്റർ പോലത്തെ കാര്യങ്ങളൊക്കെ സാധാരണ ഹ്യുണ്ടായി വാനിൽ നമ്മൾ കാണുന്നതാണ്. അതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ബാക്കിയെല്ലാം നമുക്ക് ഈ ഒരു ഇൻഫർടൈൻമെൻറ്റ് വഴിയാണ് നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് വരികയാണെന്നുള്ളത് EV മോഡെന്ന് പറഞ്ഞിട്ട് കാണാം. അത് കൊടുത്തു കഴിഞ്ഞാലുണ്ടോ, ഇപ്പോൾ 65% ബാറ്ററി ഉണ്ട്, 267 കിലോമീറ്റർ ഓടും. AC ഓഫ് ആണെന്നുണ്ടെങ്കിൽ 289 ഓടും. അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമുക്കിതിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതൊരു റോഡ് പോലെ കാണിച്ച് എവിടെയാണ് ഇതിനടുത്ത് 820 മീറ്റർ വരെ നമ്മുടെ സിട്രോണിൽ നമുക്ക് ചാർജ് സ്റ്റേഷൻ വരുന്നുണ്ട്. അത് കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും, ഇതിൽ നമുക്കൊരു ഇൻകാർ പേയ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിലാണ് ഇൻകാർ പേയ്മെൻറ്റ്. നമുക്ക് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഇപ്പോൾ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ചാർജ് സ്റ്റേഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ, ഒരു ഇലക്ട്രിക് വാനായിട്ട് പോയി കഴിഞ്ഞാൽ ഏത് ചാർജ്, ഈ ഗോയിസിയിൽ പോയാൽ ഗോയിസിയുടെ ആപ്പ് വേണം, ടാറ്റയിൽ പോയാൽ ടാറ്റയുടെ ആപ്പ് വേണം, KCB പോയാൽ KCBയുടെ ആപ്പ്, അങ്ങനെ പല പല ആപ്പ് വെച്ചിട്ടാണ് നമ്മൾ അത് അതിൽ വാലറ്റിലൊക്കെ പൈസ ആഡ് ചെയ്തിട്ടൊക്കെയാണ് ചാർജ് ചെയ്യുക. അപ്പോൾ ഇതിലാകുമ്പോൾ നമുക്കത് ഇൻറ്റഗ്രേറ്റ് ആയിട്ട് കൊടുത്തുകൊണ്ട് ചെയ്യാമെന്നുള്ളതാണ്. പക്ഷേ ഇത് ലിങ്ക് ചെയ്തിട്ടില്ല. അത് മാത്രമല്ല, ഇൻകാർ പേയ്മെൻറ്റ് കേരളത്തിൽ ആക്റ്റീവ് ആയിട്ടില്ല ഒറ്റ ചാർജ് സ്റ്റേഷനിലും. അതൊക്കെ ഭാവിയിൽ വരാൻ പോകുന്ന അപ്ഡേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ആ സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചിട്ടൊക്കെ പറയുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. എന്തായാലും 10,000-ഓളം ചാർജ് സ്റ്റേഷൻസിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ് എന്നുള്ളതാണ് ഹ്യുണ്ടായി പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എന്തായാലും അത്തരം കാര്യങ്ങളൊക്കെ അറിയാം. പിന്നെ ഓൺ ദ നമുക്ക് അറിയാനായിട്ട് പറ്റും എവിടെയാണ് നമുക്ക് ചാർജ് സ്റ്റേഷൻ തൊട്ടടുത്തുള്ളതൊക്കെ ഈ മാപ്പിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അറിയാനായിട്ട് സാധിക്കും. ഇതിൽ നമുക്ക് ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഒക്കെ സ്റ്റാൻഡേർഡാണ്, ബേസ് വേരിയൻറ്റ് മുതൽ നമുക്ക് ലഭിക്കുന്ന ഫീച്ചറാണ്. പക്ഷേ അത് വയേർഡാണ്, വയർലെസ് ആയിട്ട് കൊടുത്തിട്ടില്ല എന്നുള്ളൊരു പോരായ്മ മാത്രമേ നമുക്ക് അവിടെ പറയാനുള്ളൂ. ബാക്കി എല്ലാം കൊണ്ടും ഈ ഒരു സ്ക്രീൻ അടിപൊളിയാണ്. ജിയോ സാവൻ്റെ 1 വർഷത്തെ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആണ്. ബ്ലൂ ലിങ്ക് 3 വർഷത്തേക്ക് നമുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട്. അതിന് ശേഷം ഇത് പെയ്ഡ് ആവുന്നുണ്ട്. അത് ഓവർ ദി ഇയർ അപ്ഡേറ്റ്സ്, OTA എന്ന് പറയാം, അതൊക്കെ നമുക്ക് ഇതിൽ സ്റ്റാൻഡേർഡായിട്ട് ലഭിക്കുന്നുണ്ട്. അതായത് നമ്മൾ ഷോറൂമിൽ കൊണ്ടാകാതെ തന്നെ നമുക്ക് അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ കിട്ടുമെന്നുള്ള ഫീച്ചറൊക്കെയാണ് വന്നിട്ടുള്ളത്. അതൊക്കെ നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ട് എന്നുള്ളതാണ്. വേറെ AC കൺട്രോൾസൊക്കെ നമുക്ക് ഇതിൽ തന്നെ എടുക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കിതിൽ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ലോഡറാണ് വന്നിട്ടുള്ളത്. പിന്നെ നമുക്ക് 360 ഡിഗ്രി ക്യാമറ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബട്ടൺ വേണമെങ്കിൽ ഇത് ഇവിടെ കൊടുത്തിട്ട്, അല്ലെങ്കിൽ റിവേഴ്സ് ഇട്ടാലും നമുക്ക് കാണാം. ഇതാണ് നമുക്ക് ഫുൾ നമ്മുടെ ലേക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ അടിപൊളിയായിട്ട് കാണാനുണ്ട്. ഫുൾ നല്ല ഹൈ ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറയാണ് കേട്ടോ. ഒരു കുറ്റോ പരാതിയോ അതിനെക്കുറിച്ച് ഒരാളും പറയില്ല. അത്രയും ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ നമുക്ക് ലഭിക്കുന്നുണ്ട് എന്ന് പറയാം. പിന്നെ നമുക്ക് ടോപ്പ് എൻഡിൽ ബ്ലൈൻഡ് വ്യൂ മോണിറ്റർ കൂടി കിട്ടുന്നത്. അതായത് ഏത് വർഷത്തേക്കാണ് നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് ആ ഭാഗത്തെ
വ്യൂ നമുക്ക് ലഭിക്കുന്ന രൂപത്തിൽ അത് MIDയിലായിരിക്കും ലഭിക്കുക. അത് 360 ക്യാമറയുടെ ഒരു ഭാഗമായിട്ടുള്ള ഫീച്ചർ ആയതുകൊണ്ട് തന്നെ ടോപ്പ് എൻഡിലാണ് ആ ഫീച്ചർ ഉള്ളൂ എന്ന് മാത്രം. അപ്പോൾ ആ രൂപത്തിലാണ് AC വെൻ്റൊക്കെ നമ്മൾ ഈ ഒരു ഏരിയ ക്രാഷ് പാഡൊക്കെ നമുക്ക് സാധാരണ നമ്മൾ ക്രെറ്റയിൽ കണ്ടിട്ടുള്ള രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട്, അതും സ്റ്റാൻഡേർഡാണ്. ബേസ് വേരിയൻ്റ് നമുക്ക് ഡുവൽ സോൺ ക്ലൈമറ്റ് കൺട്രോൾ വന്നിട്ടുണ്ട്. അതായത് ഈ ഒരു സൈഡിലേക്ക് നമ്മുടെ പാസഞ്ചർ ഇരിക്കുന്ന ഭാഗത്തേക്ക് ഒരു ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം, ഡ്രൈവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് വേറെ ടെമ്പറേച്ചർ സെറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇത്. അതും കൂടാതെ ഡ്രൈവർ ഓൺലി എന്ന് പറഞ്ഞൊരു ഫീച്ചർ കൂടി ഇവിടെ കൊടുത്തത്. അതായത് ഡ്രൈവർ മാത്രം യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഡ്രൈവർക്ക് മാത്രമായിട്ട് ആ ഭാഗത്തേക്ക് മാത്രം AC വർക്ക് ആവുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ബാറ്ററിയിലാണല്ലോ യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ബാറ്ററി ചാർജ് കുറച്ച് അല്ലെങ്കിൽ റേഞ്ച് കൂടുതൽ കിട്ടാൻ സഹായിക്കുമെന്നുള്ളതൊക്കെയാണ്. അതൊക്കെ വളരെ നല്ല ഫീച്ചേഴ്സ് ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു ഗ്ലോസി എലമെൻറ്റിലാണ്, ഹൈ ഗ്ലോസി ഫിനിഷിലാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് പെട്ടെന്ന് പൊടി പിടിച്ചാലും നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് വന്നാലൊക്കെ പെട്ടെന്ന് അറിയുന്ന ഒരു ഏരിയ ആണെന്ന് പറയാം. അവിടെ താഴേക്ക് വന്നാൽ വയർലെസ് ചാർജിങ് പാഡാണ്. അവിടെ NFC എന്നും കൂടി കാണാം. അതായത് ഇതിൽ ടോപ്പ് വേരിയൻറ്റിലൊക്കെ നമുക്ക് NFC, അതായത് നമ്മുടെ മൊബൈൽ തന്നെ നമുക്ക് കീ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ മൊബൈലിലെ ആപ്പ് വഴി ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ അടുത്തേക്ക് കൊണ്ടുവന്നാൽ അൺലോക്ക് ആവും. അതുപോലെ മൊബൈൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുഷ് ബട്ടൺ അമർത്തി സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുപോകാം. കീയുടെ ആവശ്യമില്ല. അങ്ങനത്തെ ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. വയർലെസ് ചാർജിങ് പാഡ് നമുക്ക് ബേസ് വേരിയൻ്റ് ഒഴിച്ച് ബാക്കി എല്ലാ വേരിയൻറ്റിലും ലഭിക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ C ടൈപ്പ് ചാർജിംഗ് പോർട്ട്, USB ഔട്ട്ലെറ്റ്, അതുപോലെ 12 വാട്ടിൻ ചാർജ് സോക്കറ്റ് ഒക്കെ നമുക്ക് കൂടാതെ ലഭിക്കുന്നുണ്ട്. അതിന് താഴെ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കാണാം. ഈ ഒരു ഏരിയ ആണ് നമുക്ക് നോർമൽ ക്രെറ്റയിൽ നിന്നും വളരെ വലിയ മാറ്റം വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സെൻട്രൽ കൺസോളിൻ്റെ ഒരു രീതി മാറ്റി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിൽ നമുക്ക് ഡ്രൈവ് മോഡ്സ് വരുന്നുണ്ട്. ഡ്രൈവ് മോഡ് നമുക്ക് സ്പോർട്ട്, നോർമൽ, ഇക്കോ ഒന്ന് മാറ്റുക. അത് മാറ്റുന്നതിനനുസരിച്ച് കണ്ടോ വളരെ സ്പോർട്ടി ആയിട്ടുള്ള രീതിയിൽ ഗ്രാഫിക്സ് കാര്യങ്ങളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അത് സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ. ബേസ് വേരിയൻ്റ് എടുത്താൽ നമുക്ക് ഒരു ഡ്രൈവ് മോഡ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്കും സ്റ്റാൻഡേർഡ് ബേസ് വേരിയൻ്റ് ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഞാൻ ബ്രേക്ക് ചെയ്തു, ഇത് ഡ്രൈവ് ഞാൻ കുറച്ച് വണ്ടി മുന്നിലേക്ക് പോയി, എന്നിട്ട് വണ്ടി നമ്മൾ യാത്ര ചെയ്ത് ഒന്ന് നിർത്തി ഈ പാർക്ക് അമർത്തി കഴിഞ്ഞാൽ പാർക്കിംഗ് ബ്രേക്ക് ഓട്ടോമാറ്റിക്കലി അപ്ലൈഡ്. അതായത് നമ്മൾ പാർക്കിംഗ് ബ്രേക്ക് ഇടണ്ട എന്നുള്ളൊരു സംഭവമാണ് നമുക്ക് ഇതുകൊണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് കൊണ്ടുള്ള ഒരു ഗുണം. ഓട്ടോമാറ്റിക്കായിട്ട് വാഹനം തന്നെ ഇട്ടോളും എന്നുള്ളത് ഓട്ടോ ഹോൾഡ് ഫംഗ്ഷനോട് കൂടി വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് സിഗ്നൽസിലൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ട്രാഫിക്കിൽ പോകുമ്പോൾ അതും ഉപകാരമാണ് എന്ന് പറയാം. അപ്പോൾ അത് സ്റ്റാൻഡേർഡായിട്ട് കൊടുത്ത് വളരെ വളരെ നല്ലൊരു കാര്യമായിട്ട് തോന്നി. ഇവിടെ നമുക്ക് ഫ്രണ്ടിൽ 2 സീറ്റും വെന്റിലേറ്റർ ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോപ്പിൽ മാത്രമേ നമുക്ക് ലഭിക്കുള്ളൂ എന്നുള്ളതാണ്. ആംറസ്റ്റ് വന്നിട്ടുണ്ട്, അതിന് സോഫ്റ്റ് ടച്ചിൻ്റെ പാഡിങ് വന്നിട്ടുണ്ട് എന്ന് മാത്രമല്ല ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം കണ്ടോ, കൂൾഡാണ് വന്നുള്ളത്. അതിൻ്റെ ഉള്ളിൽ കണ്ടോ നമുക്കൊരു വെൻറ്റ് കൊടുത്തിട്ടുണ്ട് AC-യുടെ. അപ്പോൾ ഈ ഒരു ഏരിയ കൂൾഡാണ്. അതും ബേസ് വേരിയൻ്റ് മുതൽ നമുക്ക് അത് കൂൾഡായിട്ട് നൽകിയിട്ടുണ്ട്. എഗെയിൻ ഒരു ലൈക്ക് കൊടുക്കുകയാണ് നമ്മുടെ ഹ്യുണ്ടായിക്ക്. വളരെ മികച്ച തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ഇത് പിന്നെ ഏറ്റവും ടോപ്പ് എൻഡാണ്. നമുക്ക് ഇത് ടെലിമാറ്റിക് സ്വിച്ചസോട് കൂടിയിട്ടുള്ള ഒരു IRM ലഭിക്കുന്നത്. മാനുവൽ ഡിമ്മിംഗ് ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് വരുന്നുണ്ടെങ്കിൽ പോലും ഇത് പക്ഷേ നമുക്ക് ഓട്ടോ ഡിമ്മിംഗ് ആണ് വന്നുള്ളത്. സൺഗ്ലാസ് ഹോൾഡർ, അതുപോലെ LED ലൈറ്റ്സ്, സൺറൂഫ് ഓപ്പൺ ചെയ്യുന്നത്, ഇതൊക്കെ നമ്മൾ നോർമൽ റെഗുലർ ക്രെറ്റയിൽ കാണുന്ന രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പാസഞ്ചർ സൈഡ് നമുക്ക് വാനിറ്റി മിറർ കൊടുത്തപ്പോൾ ഡ്രൈവർ സൈഡ് നമുക്ക് വാനിറ്റി മിറർ ഇല്ല, ഒരു ടോൾ റിസിപ്റ്റ് ഹോൾഡർ മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്കൊരു വാനിറ്റി മിറർ നൽകിയിട്ടുണ്ട്. അത്രയൊക്കെയാണ് നമ്മുടെ ഉള്ളിലുള്ള ഓരോ ഫീച്ചേഴ്സായിട്ട് പറയാനുള്ളത്. ഇനി ഒന്ന് ഓടിച്ച് നോക്കാം. ക്രെറ്റ EV യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ റെഗുലർ ക്രെറ്റയിലുള്ള അതേ കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതിൽ ഒരു സംശയമില്ല കേട്ടോ. എനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് ഓൾറെഡി നമ്മളൊരു ക്രെറ്റ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് വെച്ചാൽ സ്റ്റിയറിംഗ് വീൽ ഹോൾഡ് ചെയ്യാൻ നമുക്ക് അത്രയൊരു സുഖം, അല്ലെങ്കിൽ റെഗുലർ ക്രെറ്റയുടെ അത്രയൊരു സുഖം ഇത് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ ഒരു ഷേപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി സൈസ് കൂടുതൽ ഉള്ള പോലെയാണ്. നമുക്കൊരു ഡി കട്ട് പിടിച്ച് ശീലമായതുകൊണ്ടായിരിക്കണം ഇത് കുറച്ചുകൂടി വലുതായതുകൊണ്ട് അങ്ങോട്ടൊരു ആ ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നില്ല. ചിലപ്പോൾ ഓരോരുത്തരും ഇഷ്ടമാണ്, അത് ചോയ്സാണ് എന്ന് പറയാവുന്ന രൂപത്തിലാണ്. കാരണം ഇവിടെ ഷേപ്പ് കാര്യങ്ങളൊക്കെ മാറി മാറി കൊടുത്തിട്ടുണ്ട്. അതുപോലെ ടിൽറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ബേസ് വേരിയൻ്റ് തൊട്ട് തരുന്നതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് പൊസിഷൻ വേണമെങ്കിൽ കണ്ടെത്താനുള്ള ഉപകാരം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഷിഫ്റ്റ് ബൈ വയറിൻ്റെ ഈ ഒരു കോളം അതും വേറെ ലെവലാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു അത്രയും ക്രിസ്പാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും ടാറ്റയുടെ പല വാഹനങ്ങളിലും നമ്മൾ ഡ്രൈവ് മോഡ്സ് ഇങ്ങനെ മാറ്റുന്ന സമയത്ത് അത് ചെറിയൊരു ലാഗ് വരാറുണ്ട്. ഇൻ കേസ് നിങ്ങളൊക്കെ ഇനി വല്ല വഴിയിലൊക്കെ എല്ലാവരും യൂ ടേൺ അല്ലെങ്കിൽ ഇങ്ങനെ നിന്ന് നമ്മുടെ ടാറ്റ EV ഒക്കെ തിരിക്കുന്നുണ്ടെങ്കിൽ അവർ കുറച്ച് സമയം അധികം എടുക്കുന്നത് കാണാം. അതെന്താണെന്ന് വെച്ചാൽ ഡ്രൈവ് ഒന്ന് മാറ്റി റിവേഴ്സൊക്കെ ഇടുമ്പോൾ കുറച്ച് ടൈം എടുത്തിട്ടാണ് അത് ചേഞ്ച് ആവുക, അതിന് വേണ്ടി എടുക്കുന്ന സമയമാണ്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഒരു ലാഗും ഇല്ല, ക്രിസ്പായിട്ട് കറക്റ്റ് അതിൽ വീഴുന്നുണ്ട്. മറ്റേതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ റിവേഴ്സ് ആക്കാൻ വേണ്ടി ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ പോയിട്ട് ഡ്രൈവിൽ പോയിട്ട് വീഴാറുണ്ട്. അങ്ങനെയുള്ള ചില EV ഉപയോഗിക്കുന്ന ടാറ്റ EV ഉപയോഗിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. കുറച്ച് ലൈറ്റ് കുറവുണ്ട്, അപ്പോൾ ഒന്ന് കുറച്ച് സൺഷെയ്ഡ് ഓപ്പൺ ആക്കിയേക്കാം. ഓക്കെ, അപ്പോൾ ആ രൂപത്തിലാണുള്ളത്. സസ്പെൻഷൻ അടിപൊളിയാണ്. നമ്മൾ സാധാരണ EVന്ന് പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ തന്നെ, EV എന്നല്ല നമ്മൾ ക്രെറ്റയിൽ പ്രതീക്ഷിക്കുന്ന രൂപത്തിൽ തന്നെയുള്ള സ്മൂത്ത് ആയിട്ടുള്ള സസ്പെൻഷനാണ് വന്നിട്ടുള്ളത്. സ്റ്റിയറിങ്ങിൻ്റെ ഫീലൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ അങ്ങനെ ഒരു ഭയങ്കര നമുക്ക് അഗ്രസീവായിട്ട് ഓടിക്കുക, സ്പോർട്ടായിട്ട് ഓടിക്കാൻ തോന്നുന്ന ഒരു ഫീലോ കാര്യങ്ങളോ തരുന്ന ഒരു സ്റ്റിയറിംഗ് വീലോ കാര്യങ്ങളൊന്നുമല്ല.
ഒരു നോർമൽ ആ ഒരു ക്രെറ്റയുടെ കംഫർട്ട് ഓറിയൻറ്റഡ് ആണ്, അത്ര തന്നെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഡ്രൈവ് മോഡ്സ് വരുന്നത് നമ്മളിപ്പോൾ എക്കോയിലാണ് വളരെ സമാധാനപരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഡ്രൈവ് മോഡ് അപ്പോൾ സ്പോർട്ടിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഒരു യൂട്ടർ എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം. അപ്പോൾ ഇതിൻ്റെ പെർഫോമൻസിൻ്റെ കാര്യം പറയുമ്പോൾ 2 ബാറ്ററി പാക്ക് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 41 കിലോവാട്ട് നമുക്ക് 135 PS ആണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 0 നിന്നും 100ലേക്ക് എത്താൻ 9 സെക്കൻഡാണ് ടൈം എടുക്കുക. നമ്മളിപ്പോൾ ഈ ഓടിക്കുന്നത് 51.4 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് വരുന്നതാണ്. ഇതിൽ 171 PS ആണ്, അതായത് മറ്റേതിനേക്കായി 36 PS കൂടുതലാണ് പവർ ഫിഗേഴ്സ് വരുന്നത്. അപ്പോൾ 7.9 സെക്കൻഡ് മതി 0 നിന്നും 100ലേക്ക് എത്താൻ എന്നുള്ളതാണ് അതിൻ്റെ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ ഒരു സ്പോർട്സ് കാറിനോട് കിടപിടിക്കുന്ന രൂപത്തിലൊരു പെർഫോമൻസ് നമുക്ക് ഈ ഒരു EV നിന്നും പ്രതീക്ഷിക്കാമെന്ന് പറയാം. അതിൽ ഒരു കോംപ്രമൈസും ഇല്ല. പിന്നെ നമ്മളിപ്പോൾ ഓടിക്കുന്നതിൽ 473 കിലോമീറ്ററാണ് റേഞ്ച് പറയുന്നത്. ഏകദേശം 400 നമുക്ക് റോഡും പ്രതീക്ഷിക്കാം. 41 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് എടുക്കുന്നവർക്ക് ഒരു 370 റേഞ്ചിലേക്കാണ് 390 കമ്പനി പറയുന്നത്. അതിലും വേണമെങ്കിൽ നമുക്കൊരു 300 പ്രതീക്ഷിക്കാവുന്ന രൂപത്തിലാണ് റിയൽ ലൈഫിലേക്ക് നമുക്ക് ലഭിക്കുക എന്ന് പറയാം. പിന്നെ റീജനറേഷൻ നമുക്ക് ഇതേ പാഡിലായിട്ട് ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് 5 ലെവലുണ്ട്. അതിൽ നമുക്ക് പലരും വിചാരം റീജനറേഷൻ ഹൈയിലിട്ട് ഓടിച്ചാലാണ് ഇലക്ട്രിക്കിൽ കൂടുതൽ റേഞ്ച് കിട്ടുക എന്നുള്ളതാണ്. അത് തെറ്റാണ്, അങ്ങനെയല്ല അതിൻ്റെ കാര്യം വരുന്നത്. പിന്നെ എങ്ങനെ ഓടിക്കണം എന്നുള്ളത് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ഇവിടെ നിർത്തിയിട്ട് 0 to 100 ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് പറ്റിയൊരു സ്ഥലം കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ സ്പോർട്ട് മോഡിലാണുള്ളത്. കംപ്ലീറ്റ് നമ്മൾ വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ത്രോട്ടിൽ കൊടുത്തു. നൂറെത്തിയിട്ടുണ്ട്. പെർഫോമൻസ് ഒരു രക്ഷയില്ല. ബ്രേക്കിംഗ് ആണെങ്കിലും ബ്രില്യൻ്റ് ആയിട്ടുള്ള ബ്രേക്സ്. 4 വീലിലും ഡിസ്ക് ബ്രേക്ക് ഉള്ളതുകൊണ്ട് തന്നെ സ്റ്റോപ്പിംഗ് പവർ അന്യായമായിട്ടുണ്ട്. അത് ഡീസൽ വണ്ടീനേക്കാളും ബൈറ്റ് എനിക്ക് ഫീൽ ചെയ്യേണ്ടതിൽ കേട്ടോ. അത് ഹ്യുണ്ടായി അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുത്തേക്കാണ്. അമ്മാതിരി പെർഫോമൻസ് ആണ്. നമ്മൾ വലിച്ചുകൊണ്ട് പായുന്ന ഒരു പെർഫോമൻസ് തരുന്ന ഒരു വാഹനമാണിത്. അതുകൊണ്ട് ഇതേ കാല് കൊടുക്കുന്നുണ്ടോ അത് നിങ്ങൾ നമ്മൾ ഇലക്ട്രിക്കാണ്, സ്വാഭാവികമായിട്ട് നമുക്ക് ഇനീഷ്യൽ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഏത് രീതിയിൽ നമ്മൾ മറ്റേ വാഹനങ്ങൾ പറയുന്നില്ല റെവ് റേഞ്ചിൻ്റെ കാര്യങ്ങളോ ലാഗോ ഒന്നും പറയാനില്ല. എവിടെയാണ് ത്രോട്ടിൽ കൊടുക്കുന്നത് അവിടെ നമുക്ക് പവർ കിട്ടുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് ഏത് അവസരത്തിൽ കൊടുത്താലും എപ്പോൾ കൊടുത്താലും നമുക്ക് ആ ഒരു ഫീൽ, നമ്മൾ വലിച്ചുകൊണ്ടവിടെ പായുന്നൊരു ഫീൽ, ആ ഒരു ഫ്രണ്ട് വീൽ ഡ്രൈവാണ് നമുക്ക് ക്രെറ്റ EV വരുന്നത്. പലരും ഇതിനെ നമുക്ക് നമ്മുടെ മഹീന്ദ്ര BE6 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്ത് പറയാറുണ്ട്. പക്ഷെ ഒന്ന് അത് പ്രൈസ് കൂടുതലാണ്, ഇതിനേക്കാളും കപ്പാസിറ്റിയുള്ള ബാറ്ററി വരുന്നതാണ്, പിന്നെ റിയർ വീൽ ഡ്രൈവ് ആണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ അതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളൊരു സെഗ്മെൻറ്റ് തന്നെയാണ് മറ്റത് എന്ന് പറയാം. ഇതിൻ്റെ ശരിക്കും നമുക്ക് ZS-EV, ഇനിയിപ്പോൾ ഇറങ്ങാൻ പോകുന്ന നമ്മുടെ മാരുതിയുടെ EV, അങ്ങനെയുള്ള ആ ഒരു റേഞ്ചുള്ള വാഹനങ്ങളായിട്ടൊക്കെ നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ നോക്കുന്ന സമയത്ത് പ്രൈസും അതിന് കൊടുത്തുള്ള ഫീച്ചേഴ്സൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ഹ്യുണ്ടായി വേറെ ലെവൽ പണിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത് എന്ന് പറയാം കേട്ടോ. കാരണം ഓൾറെഡി 1 മില്യണിലധികം വാഹനങ്ങൾ വിറ്റിട്ടുള്ള ഒരു മോഡലാണ് ക്രെറ്റ എന്ന് പറഞ്ഞാൽ. അത്രയും ആളുകൾക്ക് ഇഷ്ടമുള്ള ഒരു വാഹനമാണ്, യാത്രാസുഖമുള്ളതാണ് ഇത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് എൻ്റെ ഒരു പേഴ്സണൽ ഫീലിംഗ് പറയട്ടെ, ഒരു ക്രെറ്റ അതേ പോകുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്കൊരു സാധാരണ ഇതിൻ്റെ ഒരു സെഗ്മെൻറ്റ് സെൽട്ടോസ്, ഗ്രാൻഡ് വിറ്റാര അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ ക്രെറ്റ എടുക്കുന്നവർ ശരിക്കും കമ്പയർ ചെയ്യുന്ന ഒരു മെയിൻ വാഹനം ഏതാ അറിയോ? XUV700 ആണ്. അത് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കാര്യമാണ്. എന്നോട് ഒരുപാട് സജഷൻ ചോദിക്കുന്ന ആളുകൾ എന്നോട് ക്രെറ്റ എടുക്കണോ സെൽട്ടോസ് എടുക്കണോ അല്ലെങ്കിൽ ഗ്രാൻഡ് വിറ്റാര എടുക്കണോ ക്രെറ്റ എടുക്കണോ എന്നല്ല ചോദിക്കാറ്. കൂടുതൽ ആളുകൾ ചോദിച്ചിട്ടുള്ളത് XUV700 എടുക്കണോ ക്രെറ്റ എടുക്കണം. കാരണം ആ ഒരു സെഗ്മെൻറ്റ് അത്രയും അതെന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ കുറച്ചുകൂടി വലിയൊരു വാഹനമാണ്. പക്ഷേ അതിനോടൊപ്പം നിർത്താൻ പറ്റിയിട്ടുള്ള ഒരു വാഹനം ക്രെറ്റ എന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കേണ്ടത്. നമുക്കൊരു റോഡ് പ്രസൻസിൻ്റെ കാര്യമാണെങ്കിലും ഉള്ളിലിരുന്ന് ഓടിക്കുമ്പോഴുള്ള ഫീലാണെന്നുണ്ടെങ്കിലും ഒക്കെ കുറച്ചുകൂടി വലിയൊരു വാഹനത്തിൻ്റെ ഫീലാണ് തരുന്നത്. പക്ഷേ വാഹനം കോമ്പാക്റ്റ് ആണ് താനും. അത് എങ്ങനെ അത് സംഭവിച്ചു എന്നുള്ള ഒരു മാജിക്കാണ് സംഭവിച്ചിട്ടുള്ളത്. രണ്ടും നമുക്കൊരു ഒതുങ്ങിയ വണ്ടിയുടെ ഒരു ഫീലും തരും, ഒപ്പം ഒരേ സമയം നമുക്കൊരു നല്ല റോഡ് പ്രസൻസ് ഫീൽ ചെയ്യുന്ന ഒരു വാഹനം കൂടിയാണ്. അതുപോലെ ഇതൊരു സൂപ്പർ മാർക്കറ്റാണ്. ഈ ക്രെറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയാൽ നമുക്ക് എന്താ ആവശ്യമുള്ള എല്ലാ സാധനം കിട്ടില്ലേ, അതുപോലെയാണ് ക്രെറ്റ നോക്കുന്ന ഒരാൾക്ക്. പെട്രോൾ ഉണ്ട്, ടർബോ പെട്രോൾ ഉണ്ട്, ഡീസൽ ഉണ്ട്, ഇപ്പോൾ ഇലക്ട്രിക് ഉണ്ട്, മാനുവൽ ഉണ്ട്, ടോർക്ക് കൺവേർട്ടർ ഓട്ടോമാറ്റിക് ഉണ്ട്, CVT ഉണ്ട്, DCT ഉണ്ട്. അങ്ങനെ ഏത് ചോയ്സ് വേണം ഒരു സൂപ്പർ മാർക്കറ്റിൽ കയറി തിരഞ്ഞെടുക്കുന്ന പോലെ ക്രെറ്റയുടെ ഒരു വേരിയൻറ്റ് നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന അത്രയും സെറ്റപ്പായിട്ട് ഹ്യുണ്ടായി ഇതിനെ ഒരുക്കിയിട്ടുണ്ട്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇലക്ട്രിക്കിൻ്റെ കാര്യത്തിലേക്ക് തന്നെ അറ്റ്ലീസ്റ്റ് ഇവർക്കൊരു 3 വേരിയൻ്റൊക്കെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 4 വേരിയൻ്റ് അങ്ങേയറ്റം. ഇത് പക്ഷേ 6 വേരിയൻറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ്. അത്രയും ആവശ്യമില്ലായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ആളുകൾക്ക് എടുക്കാനുള്ള ഒരു ചോയ്സ് ആളുകൾ തിരഞ്ഞെടുക്കട്ടെ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് എന്നുള്ളൊരു കൺസെപ്റ്റാണ് നമ്മുടെ ഹ്യുണ്ടായിക്കുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ പവർ, പെർഫോമൻസ്, കംഫർട്ടിൻ്റെ കാര്യം നിങ്ങൾ നോക്കണ്ട.
നമ്മുടെ റെഗുലർ ക്രെറ്റയുടെ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു വാഹനമാണ് എന്ന് നിസ്സംശയം പറയാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ അഡാസ് എനിക്ക് നോർമൽ ക്രെറ്റേനേക്കാളും ബെറ്റർ ആയിട്ട് തോന്നി. ഒരു ഫസ്റ്റ് ജനറേഷൻ നമ്മുടെ സെൽട്ടോസിലൊക്കെ വന്നപ്പോൾ ഇത്രയും ഫ്ലോലെസ് ആയിട്ട് അഡാസ് വർക്ക് ചെയ്യുന്നത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളത്. ആ സെയിം ഫീൽ നമുക്ക് ഇതിലും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് അപ്പോൾ ഞാനൊരു 70 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ട്. ഞാനപ്പോൾ അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ ഓണാക്കി 71 കിലോമീറ്ററിൽ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാല് രണ്ടും മടക്കി വെച്ചു. എൻ്റെ 2 കാലും ബാക്കിലേക്ക് വെച്ചിട്ട് ഇട്ടിട്ടോ ബ്രേക്ക് ചെയ്യാൻ ചെയ്യുന്നില്ല. മുന്നിലൊരു ട്രാഫിക് വന്നപ്പോൾ ക്രെറ്റ ഓട്ടോമാറ്റിക്കായിട്ട് സ്ലോ ഡൗൺ ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ചെയ്യുന്നുണ്ട്, നമ്മൾ ലൈനൊന്നും പോവാതെ നോക്കുന്നുണ്ട്. കണ്ടോ ഇങ്ങോട്ട് തിരിക്കുന്നുണ്ട്. മുന്നിലൊരു ബലേന വന്നപ്പോൾ ബ്രേക്ക് ചെയ്തു. എൻ്റെ കാല് ഇവിടെയാണേ, നിങ്ങൾ നോക്കണം. പക്ഷേ ഞാൻ വണ്ടികളില്ലാത്തൊരു ട്രാക്കിലേക്ക് പിടിച്ചപ്പോൾ കണ്ടോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആ സെറ്റ് ചെയ്ത് അതിലേക്ക് പിക്കപ്പ് ചെയ്ത് കൊടുത്തു. ബ്രേക്കിംഗ് ഒക്കെ എന്ന് പറഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ട് ബ്രേക്ക് ചെയ്യുന്നത്. നമ്മൾ മറ്റേ ക്രെറ്റയിൽ ആദ്യമൊക്കെ കണ്ടാൽ ഭയങ്കര ഹാർഷായിട്ട് ടേന്ന് അടിക്കുന്ന രൂപത്തിൽ ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതങ്ങനെയല്ല, വളരെ സ്മൂത്തായി നമ്മൾ മാനുവലി എങ്ങനെയാണോ ബ്രേക്ക് ചെയ്യുക ആ രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. നമ്മുടെ ലൈനിലേക്ക് ഒരു ഫിഗോ കയറി വന്നപ്പോൾ വീണ്ടും സ്ലോ ഡൗൺ ചെയ്തു, ഓട്ടോമാറ്റിക്കായിട്ട് ബ്രേക്ക് ചെയ്തു. 50 കിലോമീറ്ററിലേക്ക് വന്നു, ഫിഗോ അങ്ങോട്ട് എടുത്തപ്പോൾ നമ്മുടെ ട്രാക്ക് ക്ലിയർ ആയപ്പോൾ വീണ്ടും സ്പീഡ് കൂട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് വന്നിട്ടുള്ളതെന്ന് പറയാതിരിക്കാനാവില്ല. കുറച്ചുകൂടി പ്രൈസ് അഗ്രസീവായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഉണ്ടല്ലോ ഇത് വേറെ ലെവൽ ഹിറ്റാവേണ്ട ഒരു വണ്ടിയാണെന്ന് ഞാൻ പറഞ്ഞേന്. ഇപ്പോഴും ശരിക്കും ഒരു നോർമൽ മാർക്കറ്റ് റേറ്റിലാണ് നമ്മുടെ ഹ്യുണ്ടായി പ്രൈസ് ചെയ്തിട്ടുള്ളത്. കീയൊക്കെ ചെയ്യുന്ന പോലെ കുറച്ച് അഗ്രസീവായിട്ടുള്ളൊരു പ്രൈസിങ് കൂടി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രിക് ഈ ലെവലിൽ ഈ ഇലക്ട്രിക് മാർക്കറ്റ് ഒരുവിധമൊക്കെ ക്രെറ്റ അങ്ങോട്ട് കൊണ്ടുവന്നതിന് എന്ന് പറയുന്ന രൂപത്തിലാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പോകുന്നത് ഈ ഒരു സെഗ്മെൻറ്റിലാണ്. നമുക്ക് ചെറുവണ്ടികൾ ഇപ്പോൾ തിയാഗോ ആണെങ്കിലും പഞ്ചാണെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ചുകൂടി കൂടുതലായിട്ട് ഈ ഒരു സെഗ്മെൻറ്റ് വണ്ടികളാണ്. ഇപ്പോൾ നെക്സോൺ ആണെങ്കിലും നമ്മുടെ BYDയുടെ വാഹനങ്ങളാണെങ്കിലും ഒരു 20 ലക്ഷത്തിന് മുകളിലേക്കുള്ള ബഡ്ജറ്റുള്ള EZ-CV, കർവ്, അങ്ങനെയുള്ള ഒരുപാട് മോഡൽസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സെഗ്മെൻറ്റിൽ കൂടുതൽ വാഹനങ്ങൾ വരാൻ കാരണം അത് തന്നെയാണ്. നമുക്ക് കൂടുതൽ ബയേഴ്സ് ഉള്ളത് ആ ഒരു സെഗ്മെൻറ്റിലാണ് എന്നുള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ ഇതിൽ നമുക്ക് നോർമൽ ക്രെറ്റയിൽ നിന്ന് 30-ലധികം ഫീച്ചേഴ്സ് മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഇൻകാർ പേയ്മെൻറ്റ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ 10,000 ചാർജിങ് സ്റ്റേഷൻസ് ഇതിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ മൊത്തം ഒരു കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 12,000 ചാർജിങ് സ്റ്റേഷൻസ് ഓൾ ഇന്ത്യയിൽ ഇതുവരെ ആയിട്ടുണ്ട്. അതിൽ വേറൊരു കണക്ക് പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് മനസ്സിലാവും. അതായത് CNG വളരെ കാലമായിട്ട് നമ്മുടെ മാർക്കറ്റിലുള്ളതാണ്. ഇന്ത്യയിലുള്ള CNG പമ്പുകളുടെ കണക്ക് നോക്കിയ വെറും 6,000 സംതിങ് മാത്രമേ വരുന്നുള്ളൂ. അപ്പോഴാണ് ഇത്രയും ചുരുങ്ങിയ കാലം കൊണ്ട് 12,000 ചാർജിങ് സ്റ്റേഷൻസ് നമുക്ക് വന്നിട്ടുള്ളത്. ഇനി മാരുതിയൊക്കെ ഈ സെഗ്മെൻറ്റിലേക്ക് വരികയാണ്. ഹ്യുണ്ടായി ക്രെറ്റ വന്നതോടുകൂടി ഇനിയും അവർ എക്സ്പാൻഡ് ചെയ്യും അവരുടെ ചാർജ് സ്റ്റേഷൻസ്. പ്രൈവറ്റ് ആയിട്ടുള്ള ചാർജ് സ്റ്റേഷൻസ് വേറെ വരുന്നുണ്ട്. അങ്ങനെ ഇനി അങ്ങോട്ട് കയറാൻ പോവാണ് ചാർജ് സ്റ്റേഷൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലക്ഷറി ഫീച്ചേഴ്സിന് പുറമെ സേഫ്റ്റി ആണെന്നുള്ള 6 എയർ ബാഗ്, ABS, EBD, ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, വെഹിക്കിൾ സ്റ്റെബിലിറ്റി മാനേജ്മെൻറ്റ്, എമർജൻസി സ്റ്റോപ്പ് സിഗ്നൽ, ഹിൽ ഡിസെൻറ്റ് കൺട്രോൾ തുടങ്ങിയിട്ട് അത്യാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും സ്റ്റാൻഡേർഡായിട്ട് നമ്മുടെ ഹ്യുണ്ടായി ഇതിന് നൽകിയിട്ടുണ്ട്. പിന്നെ ഇത്രയും ലക്ഷറി ഫീച്ചേഴ്സ് കാര്യങ്ങൾ വേറെ അങ്ങനെ എല്ലാം കൊണ്ട് നമുക്കൊരു 20 ലക്ഷം മുതൽ 26 ലക്ഷം വരെ ബഡ്ജറ്റുള്ളവർക്ക് ഇങ്ങനെ നോക്കിയാലും നിങ്ങൾ പരിഗണിക്കുകയാണ്, നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കേണ്ട ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ക്രെറ്റ EV എന്ന് ഞാൻ പറയും. സാധാരണ എല്ലാ മാനുഫാക്ചേഴ്സും തരുന്ന പോലെ 8 വർഷം അല്ലെങ്കിൽ 1,60,000 കിലോമീറ്ററാണ് നമുക്ക് ഈ ഒരു വാഹനത്തിനും വാറണ്ടി നമുക്ക് തരുന്നത്. ഞാൻ പറഞ്ഞ ഏറ്റവും റേഞ്ച് കിട്ടാൻ റീജനറേഷൻ ഉപയോഗിക്കുന്നതിനെ പറ്റിയിട്ടില്ലേ. അപ്പോൾ ഇതിൽ ഒന്ന് ലെവൽ 0 ഉണ്ട്, ലെവൽ 1 ഉണ്ട്, ലെവൽ 2 ഉണ്ട്, ലെവൽ 3 ഉണ്ട്, പിന്നെ മാക്സ് ഉണ്ട്. മാക്സ് എന്ന് പറഞ്ഞാൽ ഐപ്പെഡൽ ഓൺ എന്നുള്ള ഇൻഡിക്കേഷൻ കൂടി നമുക്ക് ഇതിൽ കാണാം. ഐപ്പെഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ സിംഗിൾ പെഡൽ എന്ന് പറയും. അതായത് ആക്സിലേറ്റർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഇലക്ട്രിക് വാഹനം ഓടിക്കാം. എല്ലാ ഇലക്ട്രിക് വാഹനങ്ങളിലും ഈ ഒരു ഫീച്ചർ വരുന്നതാണ്. ഇതിൽ കുറച്ചുകൂടി ഒരു ഐപ്പെഡൽ എന്ന് പറയുന്ന ഒരു മാക്സിലേക്ക് ഇടുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ എൻട്രി ലെവൽ വാഹനങ്ങൾ പഞ്ച് തിയാഗോലൊന്നും ഇത്രയും ഒരു എഫക്റ്റീവായിട്ട് അത് നമ്മുടെ ഒരു സിംഗിൾ പെഡൽ ഡ്രൈവ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ടാറ്റയുടെ തന്നെ നെക്സോൺ, കർവ് മുതൽ അങ്ങോട്ടുള്ളതിൽ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബഡ്ജറ്റുള്ള വാഹനങ്ങളിൽ അത് ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാൻ ബ്രേക്ക് യൂസ് ചെയ്യാതെ നമ്മുടെ ആക്സിലേറ്റർ മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഡ്രൈവ് ചെയ്യുമ്പോൾ ഞാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മുന്നിലൊരു ഇഗ്നിസ് വന്നു, അപ്പോൾ എനിക്ക് സ്ലോ ഡൗൺ ചെയ്യണം. ഞാൻ ബ്രേക്ക് ഔട്ട് ഉണ്ട്, ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ ആ ബ്രേക്ക് ഔട്ട് എന്നൊരു ഫീൽ എനിക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ സമയത്ത് ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യുമോ എന്നുള്ളത് പലരുടെയും കൺഫ്യൂഷനാണ്. ചില വാഹനങ്ങളൊന്നും ബ്രേക്ക് ലൈറ്റ് വർക്ക് ചെയ്യില്ല. അതുകൊണ്ട് നിങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ പുറകിൽ പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതാണ്. ഇതിൻ്റെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംഭവിക്കുന്ന സമയത്ത് ചില ബ്രാൻഡ് ഇപ്പോൾ എനിക്കൊന്ന് BYD ചില മോഡൽസിൽ അത് വരുന്നില്ല, ടാറ്റയുടെ ചില മോഡൽസിൽ വരുന്നില്ല. അങ്ങനെ തുടക്കത്തിൽ ആരും ചെയ്തു തരുന്നില്ല. പിന്നീട് ഒരുപാട് കംപ്ലയിൻറ്റ്സ് വന്നപ്പോഴാണ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ വണ്ടിയിൽ വരുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ട് ചെക്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ EVയുടെ ബാക്കിൽ പോകുമ്പോൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, അത് എപ്പോഴും സ്ലോ ഡൗൺ ചെയ്യാമെന്ന് പറയാൻ പറ്റില്ല. ബ്രേക്ക് ലൈറ്റ് ചിലപ്പോൾ കത്തണം എന്നില്ല. അപ്പോൾ നമ്മളിത് ഒരു 80 കിലോമീറ്ററിൽ സ്പീഡിൽ പോയി നമ്മുടെ ഇഗ്നിസിൻ്റെ ബാക്കിൽ പോയിട്ട് ഞാൻ
ത്രോട്ടിൽ നിന്ന് കാലെടുത്ത് ബ്രേക്ക് ചവിട്ടിയിട്ടില്ല. പക്ഷേ ബ്രേക്ക് ചെയ്തൊരു ഫീലിൽ നമുക്ക് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ആവും വാഹനം, സീറോയിലേക്ക് എത്തുമെന്നുള്ളതാണ് ഒരു ഐപ്പെഡൽ സിംഗിൾ പെഡൽ ഡ്രൈവിൻ്റെ പ്രത്യേകത. അപ്പോൾ ഒരു സിഗ്നലിലേക്കൊക്കെ നമ്മൾ എത്തുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യാതെ തന്നെ വണ്ടി ഫുള്ളായിട്ട് അവിടെ സ്റ്റോപ്പ് ആയിക്കോളും. അപ്പോൾ ഒരു പെഡൽ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു കാല് ഉപയോഗിച്ച് നമുക്ക് സുഖകരമായിട്ട് നമ്മുടെ യാത്ര അനായാസമാക്കാമെന്നതാണ് അതിൻ്റെ ഒരു ഗുണം. അപ്പോൾ ഈ റീജനറേഷൻ സംഭവിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇത് കാലെടുക്കുമ്പോൾ തന്നെ അഗ്രസീവായിട്ട് ബ്രേക്ക് ചെയ്യുന്നില്ലേ. ഈ ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും ഒന്ന് സ്പീഡ് ആക്കണം എന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കാല് കൊടുത്ത് അത് പിക്കപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ബാറ്ററിയുടെ പെർസെൻറ്റേജ് അല്ലെങ്കിൽ ബാറ്ററി കൂടുതൽ കൺസ്യൂം ആവുക ചെയ്യുക. പക്ഷേ നമ്മൾ പലരും വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റീജനറേഷൻ സംഭവിക്കുന്ന സമയത്ത് ബാറ്ററി ചാർജ് ആവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് റീജനറേഷൻ ഫുള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഇടയ്ക്കിടയ്ക്ക് ചാർജ് ആയിട്ട് കൂടുതൽ റേഞ്ച് കിട്ടുമെന്നതാണ്. അത് തെറ്റാണ്. കാരണം നിങ്ങൾ ഇത്തരത്തിൽ അഗ്രസീവായിട്ട് റീജനറേഷൻ സംഭവിക്കുമ്പോൾ വാഹനം ഇപ്പോൾ ഒരു 60 പോകുന്ന വാഹനം പെട്ടെന്ന് തന്നെ 40 എത്താണ്. പിന്നെ നിങ്ങൾ കാല് കൊടുത്ത് 60 എത്തിക്കാൻ കൂടുതൽ എനർജി അവിടെ വേസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സീറോയിൽ ഇട്ടിട്ട് പോയാലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടുക. കാരണം ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓട്ടോമാറ്റിക് റീജനറേഷൻ സംഭവിച്ചില്ലെങ്കിൽ പോലും നമ്മൾ മാനുവലി ബ്രേക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ റീജനറേറ്റീവായിട്ട് ബാറ്ററി ചാർജ് ആവുന്ന ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മാനുവലി ചെയ്താലും ബാറ്ററി ചാർജ് ആവും. പിന്നെ മാനുവലി ചെയ്യുമ്പോൾ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യങ്ങളിൽ മാത്രമേ നമ്മൾ ബ്രേക്ക് ചെയ്ത് സ്ലോ ഡൗൺ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് പിക്കപ്പ് ചെയ്തെടുക്കാൻ അത്രയും കഷ്ടപ്പാടില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് കഷ്ടപ്പാട് മീൻസ് ബാറ്ററി അത്രയും കൺസ്യൂം ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് റേഞ്ച് കൂടുതൽ കിട്ടാൻ നമുക്ക് എപ്പോഴും നമ്മുടെ റീജനറേഷൻ സീറോയിൽ ഇടുന്ന സമയത്താണ് എന്നുള്ളതാണ്. നിങ്ങൾ ഇലക്ട്രിക് വാഹനമുള്ളവരെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക, 2 ലിറ്റർ ഓടിച്ച് നോക്കുക, നിങ്ങൾക്ക് ഏതാ കിട്ടുന്നത് എന്ന് നോക്കി നോക്കുക. നമ്മുടെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തതിൽ നിന്നൊക്കെ നമുക്ക് അത്തരത്തിൽ റീജനറേഷൻ സീറോയിൽ ഇട്ടപ്പോഴാണ് ഏറ്റവും കൂടുതൽ റേഞ്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ക്രെറ്റൈവിനെ കുറിച്ച് പറയാനുള്ളത്. ഡീറ്റെയിൽ ആയിട്ട് മറ്റുള്ള വേരിയൻറ്റ് വരുമ്പോൾ എന്തായാലും ഒരു വീഡിയോ കൂടി ചെയ്യണം. കുറേ കാര്യങ്ങൾ എനിക്ക് വിശദമായിട്ട് ഇനിയും പറയാനുണ്ട്, ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പ്രൈസ് ലിസ്റ്റ് നോക്കുക, അതിനെക്കുറിച്ച് പ്രൈസിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്ത് അറിയിക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോ ആണ്. ഇതിന് ഒരുപാട് നേരത്തെ കാണാം. ബൈ ബൈ.